ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹ്യൂസ്റ്റൺ വോയിസിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥയാണ് നല്ല ശമരിയാക്കാരൻ. വഴിയരികിൽ അർദ്ധപ്രാണനായി മുറിവേറ്റ് കിടന്ന ആ മനുഷ്യനെ വഴിയമ്പലത്തിലെത്തിക്കുകയും എണ്ണയും വീഞ്ഞും പകർന്ന് അവന് രക്ഷ ചെയ്യുകയും ചെയ്യുന്ന നല്ല ശമരിയാക്കാരൻ നമ്മുടെ ചിന്തയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ്. എന്നാൽ ഇങ്ങനെയുള്ളവരെ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുക എന്നത് വളരെ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളാണ്. എന്നാൽ ഇന്ന് തുമ്മമൺ ഭദ്രാസനത്തിലെ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്ന റവറൻ ഫാദർ സന്തോഷ് ജോർജ് അച്ഛനെ കണ്ടുമുട്ടുമ്പോൾ നല്ല ശമരിയാക്കാരൻ്റെ കഥയെയാണ് ഞാൻ ഓർക്കുന്നത്. ആ കഥയെ അന്വർത്ഥമാക്കുന്ന അച്ഛൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഏറ്റവും സ്നേഹത്തോടെ ഹ്യൂസ്റ്റൺ വോയിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അച്ഛൻ. താങ്ക് യു അച്ഛാ, താങ്ക് യു വെരി മച്ച്. അച്ഛൻ എന്നാ US എത്തിച്ചേർന്നത്? ഞാൻ 1 മാസം ആകുന്നു ഹ്യൂസ്റ്റണിലെത്തിയത്. ആദ്യമായിട്ട് ഹ്യൂസ്റ്റണിലേക്കാണ് വന്നത് അതോ മറ്റേതെങ്കിലും? ഫിലഡൽഫിയയിലാണ് ആദ്യം വന്നത്. അച്ഛനെ കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ബെത്സൈദ എന്ന് പറയുന്ന ഒരു ദിവ്യമായ ശുശ്രൂഷ. ആ ശുശ്രൂഷയെക്കുറിച്ച് 2 വാക്ക് കേൾക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. സന്തോഷം. അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? 2012 ഞാൻ ഓൾറെഡി ബെത്സൈദ എന്നൊരു ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പ്രാർത്ഥന വിഷയമായിട്ട് തന്നെ ഈ വിഷയം സമർപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഞാൻ ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ കോഴ്സ് പഠിക്കാൻ തക്കോണം തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ തക്കോണം അഡ്മിഷൻ എടുത്തു. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് കിളിമാനൂർ വെച്ച് ഒരു വയ്യാത്ത മനുഷ്യനെ റോഡിൽ നിന്ന് കിട്ടി. അദ്ദേഹത്തിൻ്റെ കാലിലെ വലിയൊരു വ്രണം ഉണ്ടായിരുന്നു. അത് ബ്ലഡൊക്കെ ഒഴുകി പഴുപ്പൊക്കെ ആയിട്ട് വികൃതമായൊരു മുറിവായിരുന്നു. അന്നെനിക്ക് സ്പ്ലെൻഡർ ബൈക്കാണ്. എനിക്ക് അദ്ദേഹത്തെ ആ ബൈക്കിൽ നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയപ്പോഴേ സങ്കടം തോന്നിയിട്ട് അദ്ദേഹത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതിനെനിക്ക് സാധിക്കുന്നൊരു സാഹചര്യമായിരുന്നില്ല. കാരണം വാഹനങ്ങളില്ലാത്തൊരു സ്ഥലമായിരുന്നു. പിന്നെ അദ്ദേഹത്തെ ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ കൊട്ടാരക്കരയ്ക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തക്കോണം അവർക്ക് കഴിഞ്ഞില്ല. കാരണം ബൈസ്റ്റാൻഡർ ഇല്ല. എനിക്കും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞാനതൊരു ഷമ്മാശനാണ്, ഓൾറെഡി അച്ഛനായിട്ടില്ല. അങ്ങനെ എനിക്ക് കിട്ടിയ ആളിനെ കൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോയെങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വാടക വീടെടുത്ത് മാറേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ബെത്സൈദ തുടക്കം അങ്ങനെയാണ്. റോഡിൽ നിന്ന് കിട്ടിയ ഒരാളെ ആരും സ്വീകരിക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെ സ്വീകരിക്കേണ്ടി വന്നു. ആ വാടക വീട്ടിൽ ആദ്യം ഒരാൾ വന്നു, പിന്നെ 2 പേര് വന്നു, 3 പേര് വന്നു, 10 പേര് വന്നു. ആ സ്ഥാപനം കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ തക്കോണം കർത്താവ് സഹായിച്ചു. ഇന്ന് ബെത്സൈദ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ പുന്നക്കുന്ന് മലയിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനമായി മാറ്റുവാൻ ദൈവം സഹായിച്ചു. തമ്പുരാന് മാത്രം നന്ദി. പ്രധാനമായും അവിടെ ഉള്ളത് മാനസിക രോഗം ബാധിച്ച് പ്രത്യേകിച്ച് ഭവനത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലൂടെ അലഞ്ഞു നടന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് അവരെ മുടിവെട്ടി കുളിപ്പിച്ച് അവർക്കൊരു നല്ല ലൈഫ് കൊടുക്കുകയാണ്. കൂടാതെ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, CP അതായത് സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ MR മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ ഉപേക്ഷിക്കപ്പെട്ട നോർമലായിട്ടുള്ള അപ്പച്ചന്മാർ, ഇത്രയും പേരാണ് നിലവിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ളത്. ദൈവകൃപയാൽ എല്ലാവരും സ്ഥാപനത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നു, ഭംഗിയായിട്ട് പോകുന്നു. ഈ വൈദിക ശുശ്രൂഷയിലേക്ക് വരുന്ന പലരും, ഞാനെല്ലാം ജനറലൈസ് ചെയ്യുകയല്ല, പലരും ഒരച്ഛനാകുക, ഒരു സഭയുടെ ശുശ്രൂഷയിൽ തന്നെ നിൽക്കുക, ആ ഇടവക ജനങ്ങളുടെ അവരുടെ ക്ഷേമം അന്വേഷിക്കുക, അവർക്ക് വേണ്ട ദൈവിക ശുശ്രൂഷ ചെയ്യുക എന്നതിലപ്പുറം ഇതൊരു ബെത്സൈദ മുമ്പോട്ട് വയ്ക്കുന്ന വലിയൊരു ആശയമാണ്. ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഈ ഒരു ഫോർമേഷൻ അച്ഛന് കൊച്ചിലെ ചെറുപ്പകാലം മുതൽ തന്നെ രൂപപ്പെട്ടു വരുന്നതാണോ, അതോ വൈദിക വിദ്യാഭ്യാസ കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വന്നതാണോ ചെയ്തത്? ഇങ്ങനെ ദൈവിക ശുശ്രൂഷയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ പട്ടത്ത ശുശ്രൂഷയുടെ ഭാഗമായി ഇപ്രകാരമുള്ള ഒരു സ്പെഷ്യൽ മിനിസ്ട്രി ഏറ്റെടുക്കാനുള്ള വലിയൊരു പ്രചോദനവും അതിൻ്റെ കാഴ്ചപ്പാടും എങ്ങനെയാണ് അച്ഛനെ ആ ഒരു വിളിയിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നത്? 2 തരത്തിൽ അതിന് മറുപടി പറയേണ്ടി വരും. ഒന്ന് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. പിന്നെ എൻ്റെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട മെത്രാപ്പോലിത്ത ഉണ്ടായിരുന്നു. അദ്ദേഹം കാലം ചെയ്തു. ഗീവർഗീസ് മാർ എസ്താത്യോസ് എന്നൊരു വലിയ പിതാവ്. മലങ്കര സഭയ്ക്ക്, പ്രത്യേകിച്ച് ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനാണ്.
മലങ്കര സഭയ്ക്ക് വലിയ നീതിബോധവും സുവിശേഷ വ്യാഖ്യാന പഠനവും പ്രത്യേകിച്ച് ജീവകാരുണ്യ രംഗത്ത് ഇത്രമാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു പിതാവിനെ പിന്നീട് കാണാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ മുൻപും ഇല്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വലിയ അത്ഭുതമായിരുന്നു സഭയ്ക്കകത്ത്. കുഞ്ഞുകാലത്തിലൊക്കെ അദ്ദേഹത്തെ കണ്ട് ജീവിച്ചു വന്നവരാണ് ഞങ്ങൾ. എൻ്റെ ഇടവക പള്ളിയുടെ പെരുന്നാളിന് അദ്ദേഹം വരികയും അദ്ദേഹവുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം പുലർത്താൻ എനിക്കിടയാകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒപ്പം സഭയുടെ മിഷൻ ബോർഡിലേക്ക്, MDC എന്ന് പറയും, മാവേലിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MDCയിലേക്ക് പോകാനും അവിടെ നിന്ന് യാച്ചാരം ബാലഗ്രാം, അതുപോലെ സഭയുടെ പുതുപ്പാടി ബാലഭവൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ കുഞ്ഞു പ്രായത്തിൽ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ചെറിയ കാലം മുതലേ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു അന്തരീക്ഷവും ഒപ്പം കുറച്ചുകൂടെ പഠിച്ചു വന്ന സമയത്ത് കിട്ടിയ അറിവും കൂടി കണക്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ടും ഒരു പുരോഹിതനാവണമെന്നുള്ള ആഗ്രഹം ചെറുപ്പകാലം മുതലുണ്ടെങ്കിലും അതിലുപരി സജീവമായ ജീവകാരുണ്യ മേഖലയിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം കൂടി ശക്തിപ്പെട്ടു. അതിന് പ്രകാരമാണ് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരി എപ്പോഴും പറയുമായിരുന്നു, ജീവിക്കുന്നെങ്കിൽ കർത്താവിനോട് ജീവിക്കണം, കർത്താവിനോട് ജീവിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ജീവിക്കണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അതൊരു തിരിച്ചറിവും ഒരു പഠിപ്പിക്കലും കൂടിയായിരുന്നു. അങ്ങനെയാണ് ജീവകാരുണ്യ മേഖലയിൽ കുറച്ചുകൂടി നമുക്ക് ഇടപെടാൻ പറ്റുന്ന അറിവുകളും സാഹചര്യങ്ങളും വന്നപ്പോൾ ഇറങ്ങിത്തിരിക്കുവാനിടയായത്. പിന്നീട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരാളിനെ ദൈവമായിട്ട് കൊണ്ടത് മുമ്പിൽ വെച്ചു, അദ്ദേഹത്തെ സ്വീകരിക്കാൻ കൊണ്ടിടയായി. അങ്ങനെ ബസ്സെയ്ത തുടങ്ങി. ബസ്സെയ്ത വാക്കിൻ്റെ അർത്ഥം തന്നെ ഹോം ഓഫ് മേഴ്സി എന്ന, കരുണയുടെ ഭവനം എന്ന. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ ഭവനം എന്ന് പറയും. മത്സ്യം നമുക്കറിയാം, ഇക്തൂസ് എന്നൊരു വാക്ക് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കുന്ന ഇക്തൂസ്, ജീസസ് ക്രൈസ്റ്റ് എന്നൊരു അർത്ഥം എൻ്റെ വരുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരൻ, അല്ലെങ്കിൽ കരുണയുള്ള വ്യക്തി. ഇപ്പം പ്രിയപ്പെട്ട അച്ഛന് ആദ്യമേ പറഞ്ഞപ്പോൾ നല്ല ശമരിയാക്കാരനെ കുറിച്ച് പറഞ്ഞത് തന്നെ വലിയൊരു മെസ്സേജാണത്. മുറിവേറ്റവനെ ഒപ്പിയെടുത്ത് അല്ലെ അവനെ തോളത്തിട്ട് സത്രത്തിലെത്തിച്ച് ശുശ്രൂഷിക്കാൻ തോക്കണം കാണിച്ചൊരു മനസ്സ് മാത്രമല്ല അത്. വരാൻ പോകുന്ന നമ്മുടെ ആധ്യാത്മിക രംഗങ്ങളിലൊക്കെ ഇത്തരം കർമ്മങ്ങളെ തുറന്നിടാനും കൂടി അദ്ദേഹം പഠിപ്പിച്ചു തരിക. ഇതാണ് നിൻ്റെ മിഷൻ. ഈ അടി കിട്ടി മുറിവുണ്ടാകുക എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ മുറിവെന്ന് പറയുന്നത് അവൻ്റെ നിസ്സഹായതയല്ല അവൻ്റെ മുറിവാണ്, അവൻ തകരുന്നത് അവൻ്റെ മുറിവാണ്, അവൻ്റെ പട്ടിണി അവൻ്റെ മുറിവാണ്, അവൻ്റെ തകർച്ച അവൻ്റെ മുറിവാണ്, അവൻ്റെ ഭവനമില്ലാത്ത അവസ്ഥ അവൻ്റെ മുറിവാണ്, അവൻ്റെ കടഭാരം അവൻ്റെ മുറിവാണ്, അവൻ്റെ രോഗം അവൻ്റെ മുറിവാണ്, അവൻ്റെ വേദനകളെല്ലാം അവൻ്റെ മുറിവാണ്. ഇതെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് സത്രമാകുന്ന സഭയ്ക്കകത്ത് ആ മനുഷ്യനെ സുരക്ഷിതനാക്കി ശുശ്രൂഷിക്കുകയാണെങ്കിൽ അത് നല്ല ശമരിയാക്കാരൻ നമുക്ക് കാണിച്ചത് മാതൃക ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു കാര്യം കൂടി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നല്ല ശമരിയാക്കാരൻ മുമ്പോട്ട് വെക്കുന്നത് 2 നാണയമാണ്. എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ആ 2 നാണയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണെന്ന്. കർത്താവ് എടുത്ത് പറയുന്നുണ്ട്, ഇതുകൊണ്ട് നീ അവനെ ശുശ്രൂഷിക്കുക. മുറിവ് പൊറുക്കപ്പെടുവാൻ, അല്ലെങ്കിൽ വീണുപോകാൻ എഴുന്നേറ്റ് ചെയ്യുവാൻ, മനസ്സ് തകർന്നവൻ ബലപ്പെടുവാൻ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും സാധിക്കും. അവനെ ഭക്ഷിക്കുക വഴി പുതിയൊരു ജീവിതമുണ്ടാകും, ജീവനുണ്ടാകും. ഇതായിരിക്കണം സഭയിൽ ഓരോ വ്യക്തികളുടെയും സുവിശേഷമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛാ, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഒന്ന്, നമ്മളെല്ലാം ഒരു ചട്ടക്കൂടിൻ്റെ ഭാഗമാണ്. അച്ഛനൊരു വ്യവസ്ഥാപിത സഭയുടെ ഭാഗമായി നിൽക്കുന്നു. അപ്പോൾ ഇപ്രകാരം ഒരു മിനിസ്ട്രിക്ക് സഭയിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ആ വ്യക്തിയിൽ നിന്നോ എന്തെങ്കിലും എതിർപ്പുകളോ അതേപോലെ ഒരു നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അച്ഛൻ്റെ ജീവിതത്തിലും പ്രവർത്തനത്തിലും? വേദനിപ്പിക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ അച്ഛാ, നമ്മൾ ഈ വേദനകളൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ മിഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് പല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പം മദർ തെരേസയുടെയൊക്കെ ബോധ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മദർ തെരേസ പല വീട്ടിലും പോയി യാചകവേഷം കെട്ടുന്നത് ആ അമ്മയ്ക്ക് വേണ്ടി അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മയുടെ കയ്യിൽ തുപ്പിക്കൊടുത്ത സംഭവങ്ങൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ തൂത്ത് ഉടച്ചിട്ട് വീണ്ടും കൈനീട്ടാൻ കാണിച്ചൊരു മനസ്സുണ്ട്. അത് തന്നെയാണ് കർത്താവിന് പ്രീതികരമായ സുവിശേഷമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് വ്യക്തിപരമായിട്ടൊക്കെ. പ്രത്യേകിച്ച് ഇന്ന് ഒരു വലിയ പ്രോജക്റ്റായിട്ട് ബസ്സെയ്ത ആ നാട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ഒരുപാട് സങ്കടകരമായ അവസ്ഥകളുണ്ട്. അതായത്
ആക്ച്വലി ഞങ്ങൾ സംഭവിച്ചുകൊണ്ട് പറയുമല്ല, 2-3 ദിവസമൊക്കെ പട്ടിണി കിടന്ന ഒരു കാലഘട്ടമുണ്ട്. ഒന്നും കഴിക്കാനില്ലാത്ത സമയങ്ങൾ ബസയിദയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ആദ്യത്തെ 3 വർഷമൊക്കെ തറയിൽ നിലത്താണ് കിടന്നുകൊണ്ടിരുന്നത്. ഒരു കട്ടിൽ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മെത്ത പോലും വാങ്ങാൻ എനിക്ക് പൈസ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരോടും പരാതി പറഞ്ഞിട്ടില്ല. അതൊക്കെ സ്വയം അനുഭവിച്ച് തീർത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം ആ ദിവസങ്ങളൊക്കെ കടന്നുപോയി എന്നുള്ള സത്യം. അപ്പോൾ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഒരു യാചകവേഷം കിട്ടുക എന്ന് പറയുന്നത്, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടി എനിക്കൊരു 100 രൂപ വേണമെന്ന് പറയുമ്പോൾ മനസ്സുള്ളവർ അത് തീർച്ചയായിട്ടും തരും. ഇഷ്ടക്കേടുള്ളവർ ഒഴിഞ്ഞു പോകും. അത് നമുക്ക് പലപ്പോഴും പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ നമുക്ക് പലപ്പോഴും നഷ്ടമാകുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ നമ്മളോട് പുച്ഛത്തോട് തന്നെ പെരുമാറുണ്ട്. അല്ലെങ്കിൽ ചിലരൊക്കെ അവഗണിക്കും, നമ്മളെ ഒഴിവാക്കി വിടും, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞൊക്കെ മാറിപ്പോകും. പക്ഷേ സാഹചര്യങ്ങളാണ്. ഞാൻ അതിലൊന്നും ആരെയും കുറ്റപ്പെടുത്താറില്ല. പക്ഷേ ക്രിസ്തുവേശുവിൽ സുവിശേഷ പുള്ളിൽ കിടക്കുന്നതുകൊണ്ടും ജീവകാരുണ്യ പ്രവർത്തനം സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും ഉറപ്പായും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ, പച്ച മനുഷ്യർ, അവർ സങ്കടപ്പെടുന്നത് നമ്മുടെ സങ്കടമാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടും ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്നു ഇത് കർത്താവ് ഒരുക്കിയ സത്യസുവിശേഷത്തിൻ്റെ വഴി തന്നെയാണ്. അച്ഛാ, നമുക്ക് ബെത്സയിദിലേക്ക് വരാം. അവിടെ എങ്ങനെയാണ് ഒരു ദിനം ആരംഭിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസത്തിൽ അവിടെ നടക്കുന്നത്? ഈ അച്ഛൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു? ചുരുക്കത്തിലൊന്ന് പറയാമോ? തീർച്ചയായിട്ടും അച്ഛാ. ബസയിദയിലെ പലതരത്തിലുള്ള ആളുകളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പ്രത്യേകിച്ച് സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർ, സിവിയർ ആയിട്ടുള്ളവരുണ്ട്, മൈൽഡായിട്ടുള്ളവരുണ്ട്, പിന്നെ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്. ഇവരെ എല്ലാവരെയും എപ്പോഴും നമുക്കൊരു പ്രാർത്ഥന അവസരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ അതിൽ നല്ല ശതമാനം പേരും മൈൽഡ് കാറ്റഗറിയിൽപ്പെട്ടവരും കുറച്ച് നോർമലി ഉള്ളവരുമായ ആളുകളെല്ലാം കൂട്ടിക്കൊണ്ട് രാവിലെ 5 മണിക്ക് ഞങ്ങൾ എല്ലാവരും എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായിട്ട് എല്ലാവരും ചാപ്പലിൽ വന്ന് 5:30 മുതൽ 6:30 വരെയുള്ള സമയം ചാപ്പലിൽ പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥന തുടങ്ങിയ ശേഷം 1 മണിക്കൂറോളം പ്രാർത്ഥിച്ച് ധ്യാനമൊക്കെ കഴിഞ്ഞിറങ്ങി അവരവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോവുകയും, പിന്നീട് ഞങ്ങൾക്കൊരു വലിയ മൃഗസമ്പത്ത് കൂടി അവിടെ ഉണ്ട്. കുറേ അധികം പൂച്ചകൾ, പട്ടികൾ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30ഓളം പൂച്ചകൾ, കുറേയധികം പട്ടികൾ എന്നുള്ള വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം ഒരു നല്ല സംവിധാനത്തിൽ അത് പോകുന്നുണ്ട് അവിടെ. പക്ഷികൾ, എരുമ, ആട്, പോത്ത്, ഇങ്ങനെ തുടങ്ങി വലിയൊരു സംവിധാന സ്ഥാപനത്തിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇതിനെയൊക്കെ ശുശ്രൂഷിക്കാൻ ഇവരൊക്കെ ആക്റ്റീവാണ്. അവരെയൊക്കെ ഓരോരുത്തർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വഴിയിലേക്ക് തിരിച്ചുവിടും. അങ്ങനെ പോകുന്നു. 8:30 ബ്രേക്ക്ഫാസ്റ്റ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ആ സമയത്തേക്ക് പത്രം എത്തുന്നു. പത്രം വായിക്കാനുള്ളവർക്ക് പത്രം വായിക്കാൻ അവസരമുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും പിൻപും പിന്നെ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ ഏൽപ്പിച്ചിട്ടുള്ളത് ചെയ്യാറുണ്ട്. വലിയ പ്രശ്നക്കാരൊന്നുമായിട്ട് ഇപ്പം നിലവിൽ അവിടെ ആരുമില്ല. അതുപോലെ തന്നെ ലഞ്ചിന് ടൈം വരെ 1 മണി വരെയുള്ള സമയം തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ജോലികൾ അവിടെയൊക്കെ ഉണ്ടാകും. പിന്നെ ആ സമയത്ത് ചെസ്സ് കളിക്കുന്നവർ, ക്യാരംസ് കളിക്കുന്നവർ, അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുന്നവരും പണിക്കാരോടൊക്കെ പോകുന്നവരും, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലും അവർ ഇൻവോൾവ് ആണ്. 1 മണിക്ക് 12 മണിക്ക് പ്രാർത്ഥനയ്ക്ക് കയറും. 1 മണി വരെ പ്രാർത്ഥന വീണ്ടും ഉണ്ട്. രാവിലെ 5:30 ശേഷം 12 മുതൽ 1 മണി വരെ പ്രാർത്ഥന. ദെൻ അതിനുശേഷം 1 മണിക്ക് ലഞ്ച്. പിന്നെ അവർ കുറച്ച് ഉറങ്ങാനുള്ള സമയമുണ്ട്. പരമാവധി അവരെ മടിയന്മാരായിട്ട്, അലസന്മാരായിട്ട് ഇരുത്താൻ ശ്രമിക്കാറില്ല. കാരണം അവർ എത്ര എൻഗേജഡ് ആണോ അത്രയും അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും, ആക്റ്റീവായിരിക്കും. നമ്മളവരെ വെറുതെ ഒരു തലത്തിൽ ഇരുത്തിയാൽ അവർ വലിയ അപകടകാരികളായിട്ട് മാറും, വയലൻ്റ് ആകും. എന്നാൽ അവർക്ക് നല്ല സന്തോഷം തരുന്ന അന്തരീക്ഷങ്ങളെ സൃഷ്ടിച്ച്, പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റി ഞാൻ എടുത്തു പറയുകയാണ്, അതിൻ്റെ അകത്ത് കുറച്ച് പ്രാധാന്യം സ്ഥാപനം കൊടുക്കുന്നുണ്ട്. 3:30 വൈകിട്ടൊരു പ്രാർത്ഥനയുണ്ട്. അത് ചെറിയ പ്രാർത്ഥന, കുറച്ച് പേര് വന്ന് പ്രാർത്ഥന. ഞങ്ങൾ സന്യാസികളായതുകൊണ്ട് ഞങ്ങൾ 3:30 പ്രാർത്ഥിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് പേര് വന്ന് പ്രാർത്ഥിക്കും. പിന്നെ എല്ലാവരും കുളിച്ച് അവരുടേതായ ജോലികളൊക്കെ പൂർത്തീകരിച്ച് 6 മണിക്ക് വീണ്ടും ചാപ്പലിൽ വന്ന സന്ധ്യാപ്രാർത്ഥനയും അതൊരു 8 മണി വരെയും കാണും. ഇത് ഒരു ദിവസത്തെ റൊട്ടീനാണ്. 8:30 വൈകിട്ടത്തെ ഡിന്നറ്. പിന്നെ ഒരു 9:30 വരെ TV ഒക്കെ കണ്ടിരുന്ന് അവർ 9:30 ആകുമ്പോഴേ കിടക്കാൻ പോകും. ഇങ്ങനെയാണ് ഒരു ദിവസത്തെ ഒരു നോർമൽ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞത്. ഇതിനപ്പുറം പലതരത്തിലുള്ള ശുശ്രൂഷകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടൊക്കെ പുറത്ത് പോകാറുണ്ട്. എന്തായാലും മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള വിധം സാഹചര്യങ്ങളെ എല്ലായിടത്തും കൊണ്ട് കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് സന്തോഷമാണെന്നുള്ളതാണ്. പിന്നെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ആക്ച്വലി ഇത് ഒരു ഓർത്തഡോക്സ് സഭയുടെ സ്ഥാപനമാണെങ്കിൽ പോലും ഇതിനകത്തൊരു വലിയ ബന്ധം കിടക്കുന്നത് ഇതര ഡിനോമിനേഷനുമായിട്ടാണ്. എല്ലാവരും അവിടെ കൂടി വരുന്നവരാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ളവരും അവിടെ വരും, എല്ലാ വൈദികരും അവിടെ വരും, എല്ലാ സഭാവിശ്വാസികളും അവിടെ വരും.
അവിടെ ഒന്നിച്ചെന്ന് ഇവരുമായിട്ട് കണക്റ്റഡായിട്ട് പാട്ടും പാടി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വലിയ ബന്ധം വർഷങ്ങളായിട്ട് ആ മണ്ണിലുണ്ട്. അതൊരു ശരിക്കും തുമ്പമണ്ണിനടുത്ത് പുന്നക്കുന്നൊരു മലയാണ്. ആ മലയുടെ മുകളിലാണ് ഈ സ്ഥാപനം. മനോഹരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ സ്ഥലം കാണാനും ഒക്കെ ആളുകൾ ഒരുപാട് പേര് വരാറുണ്ട്, സ്ഥാപനത്തെ കാണാനും വരാറുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും എൻ്റർടൈനായിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നുണ്ട്. അച്ഛാ, ഞാൻ മനസ്സിലാക്കുന്ന അവിടെ രോഗികളും അതേപോലെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ളവരും മെൻ്റൽ പേഷ്യൻസും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങൾ ആ ഒരു ചെയ്ത ഹോമിൽ വെച്ചാണോ അതോ അവരെ ക്ലിയിൽ കൊണ്ടുപോയി എങ്ങനെയാണ് അത് അവരുടെ അത്തരം ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നത്? ബസേദ മിഷന് സ്വന്തമായിട്ടൊരു ക്ലിനിക്കുണ്ട്. അത് സ്ഥാപനത്തിൻ്റെ ആദ്യകാലത്തെ ഒരു അംഗമായ ജിബി എന്ന് പറയുന്നൊരു കുട്ടി ഓതറക്കാരനായിരുന്നു. അവന് വളരെ ഫേവറായിട്ടുള്ളൊരു ഇൻമേറ്റ് ആയിരുന്നു. അവന് ഈ അടുത്ത 2 വർഷം മുമ്പ് മരിച്ചുപോയി. അവൻ്റെ മെമ്മോറിയലായിട്ട് ഞങ്ങൾ 2 വർഷം മുമ്പ് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജിബി മെമ്മോറിയലായിട്ട് ഒരു ക്ലിനിക്ക്. അവിടെ ഫസ്റ്റ് എയ്ഡ് സംവിധാനം മാത്രമേ ഉള്ളൂ. അതായത് ഒരു എമർജൻസി കേസ് വന്നാൽ നമുക്കൊരു ANM സ്റ്റാഫ് അവിടെയുണ്ട്. അവരുടെ ഫസ്റ്റ് എയ്ഡ് സംവിധാനം കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം ഡോക്ടറുടെ സേവനമുണ്ട്. അതും ഇവിടെയുള്ള പേഷ്യൻസിൻ്റെ ഡെയിലി കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മാസത്തിൽ 2 ദിവസം ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് ഉണ്ട്. അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് വരുന്നത്. പക്ഷേ സൈക്കാട്രിക് പേഷ്യൻസ് കൂടുതലുള്ളത് കൊണ്ടും മറ്റുള്ള കാറ്റഗറിയിൽപ്പെട്ടവരുള്ളത് കൊണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന 2 ഹോസ്പിറ്റലാണ് ഉള്ളത് പ്രധാനമായും. ഒന്ന് തിരുവല്ല പുഷ്പഗിരിയിലെ സൈക്കാട്രിക് ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ലിസ, ഒരു കന്യാസ്ത്രീയാണ്. ഡോക്ടർ ലിസയാണ് നമ്മുടെ പേഷ്യൻസിനെ എല്ലാം കൂടുതലായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പരുമല ഹോസ്പിറ്റലിലെ ഡോക്ടർ കുരുവിള, ഈ 2 പേരുമാണ് നിലവിൽ നമ്മുടെ ഇൻമേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്, ആസ്മ പേഷ്യൻസ് ഉണ്ട്. അവരെയൊക്കെ കൂടുതലും മറ്റുള്ള എല്ലാ രോഗികളെയും കൂടുതലായിട്ട് നമ്മൾ ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുന്നത് പന്തളം ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലാണ്. ഒരു മിഷൻ ഹോസ്പിറ്റൽ, ഡോക്ടർ ജോൺസൻ്റെ മിഷൻ ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ പരിസരത്ത് തന്നെ സർക്കാരിൻ്റെ ആരോഗ്യ രംഗത്തു നിന്നുള്ള സഹായങ്ങളെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും വരാറുണ്ട്. ആയുർവേദത്തിൻ്റെ ഒരു സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗവൺമെൻറ് കണക്റ്റായിട്ടുള്ള ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങളെല്ലാം അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ എണ്ണ കുഴമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പൊക്കെ ഉള്ളപ്പോഴോ ഒക്കെ അവർ കൂടുതൽ മെഡിസിൻസ് കൊണ്ട് തരികയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ സൈക്കാട്രിക് മെഡിസിനാണ് കുറച്ചുകൂടി അവിടെ നമ്മൾ കൂടുതൽ വാങ്ങേണ്ടതായിട്ടും കൊണ്ടുപോകേണ്ടതൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് ഫണ്ട് കണ്ടെത്തി അത് മെഡിസിനും വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ 2 ഹോസ്പിറ്റലിനെ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നു. അല്ലാത്ത കേസുകളെല്ലാം നമ്മൾ പന്തളത്തെ ഹോസ്പിറ്റലിൽ പോകുക പതിവ്. ഹോമിൽ താമസിക്കുന്ന ഇൻമേറ്റ്സിൻ്റെ അവരുടെ ഭക്ഷണ രീതികളും അത് എങ്ങനെയാണ്? അവരുടെ ഡയറ്ററിയൊക്കെ നിങ്ങൾ അവിടെ തന്നെ കുക്ക് ചെയ്യുകയാണോ അതോ എന്താണ് അതിന് ചെയ്യുന്ന കാര്യം? ബസേദ ഹോമിന് വലിയ 2 അടുക്കളകളുണ്ട്. അടുക്കളയിൽ എല്ലാവർക്കുമായ ഭക്ഷണം ഉണ്ടാക്കാൻ 3ഓളം പേര് അവിടെ താമസിക്കുന്നു. വലിയൊരു സംവിധാനമാണ് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദൈവകൃപയാൽ ഭംഗിയായിട്ട് പോകുന്നു. പിന്നെ ഇൻമേറ്റ്സിൻ്റെ ഹെൽത്ത് വളരെ പ്രധാനമായി സൂക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സ്ഥാപനം, ഗവൺമെൻറ് എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മളും അത് കുറച്ച് താല്പര്യത്തോടെ കണ്ടിട്ട് ഏറ്റവും ഭംഗിയായ വിധം നല്ല ഭക്ഷണം കൊടുത്തവരെ സംരക്ഷിക്കാൻ, അവരുടെ ആരോഗ്യം നമുക്ക് അനിവാര്യമായതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭക്ഷണം ക്രമീകരിച്ച് കൊടുക്കാൻ തക്കവണ്ണമാണ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. ഷുഗർ പേഷ്യൻസ് അവിടെ ഉള്ളവർക്ക് അവരുടേതായ ഭക്ഷണങ്ങൾ സെപ്പറേറ്റ് ക്രമീകരിക്കുന്നുണ്ട്. എന്നാലും രാവിലെ നോർമലി നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ദോശ, ഇഡ്ഡലി, അതുപോലെ തന്നെ ഉപ്പുമാവ്, പുട്ട്, പിന്നെ അപ്പം, പാലപ്പം ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ രാവിലെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ കൂടെ നല്ല കറികൾ, ചിക്കൻ കറികളോ മുട്ടക്കറികളോ വെജിറ്റബിൾ കറികളോ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇഡ്ഡലി സാമ്പാർ, ദോശ സാമ്പാർ, മുട്ട പുഴുങ്ങിയത്, മുട്ടക്കറി ഇങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നോർമലി വരും. ഉച്ചയ്ക്ക് സദ്യയാണ്. ഒരു 90% പേരും കഴിക്കുന്ന സദ്യയാണ്. പിന്നെ ഷുഗർ ഉള്ളവർക്ക് നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സിൻ്റെ ഭക്ഷണങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. 4 മണിക്ക് ചായയും കഴിക്കാൻ സ്നാക്സും ഉണ്ടാകും. വൈകിട്ട് 8:30 കോമൺലി കഞ്ഞിയാണ് വൈകിട്ട് എല്ലാവർക്കും. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബസ്സിൽ 10-12 പേരോളം വൈകിട്ട് കഞ്ഞി കഴിക്കാത്തവരുണ്ട്. അവർക്ക് ഓട്സ് അല്ലെങ്കിൽ ചപ്പാത്തിയാണ് ഇവിടെ കഴിക്കുന്നത്.
നോൺ വെജുകൾ മിക്ക ദിവസവും, പ്രത്യേകിച്ച് മീനില്ലാത്തൊരു ദിവസം ഉണ്ടാകില്ല. ഇറച്ചിയും ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഉണ്ടാകും. കൂടുതൽ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ബീഫും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു നോമ്പ് കാലങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇൻമേറ്റ്സിന് അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും നമ്മൾ ആരും നിർബന്ധിക്കാറില്ല. പക്ഷേ ഞങ്ങളൊക്കെ നോമ്പെടുക്കുന്നത് കണ്ടോട് നോമ്പെടുക്കാറുണ്ട് അവിടെ ആൾക്കാരൊക്കെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ അവിടെ എല്ലാവരും കോമൺലി എല്ലാവരും ഒരേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്, ഒരേ ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്. എങ്ങനെയാണ് ഇത് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്? ഇതിൻ്റെ വലിയൊരു ചിലവ് ഉണ്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് ആ ചിലവൊക്കെ സന്ധിപ്പ് ചെയ്യുന്നത്? ഇതിന് പ്രത്യേക സ്റ്റാഫുകളുണ്ടോ ഇതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്? എങ്ങനെ ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്? ബസീദയ്ക്ക് പ്രധാനമായും ഓഫീസ് ബസീദയ്ക്കകത്ത് തന്നെ ഉണ്ട്. മനോഹരമായ ഓഫീസ് സംവിധാനമുണ്ട്. നിലവിൽ 8ഓളം സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫൈനാൻസ് ആദ്യകാലത്തെ പോലല്ല, കുറച്ചുകൂടി വിശാലമായ ഒരു സംരക്ഷണം സഭയിൽ നിന്നും പുറത്തു നിന്നും എക്യൂമെനിക്കൽ സംവിധാനങ്ങളിൽ നിന്നും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ കാലത്തിനുള്ളിൽ അത് അറിയപ്പെടുന്ന വലിയൊരു സ്ഥാപനമായിട്ട് ദൈവകൃപയാൽ വളർന്നത്. ഒരു 13 സെൻറ്റ് ഭൂമിയിൽ നിന്ന് തുടങ്ങിയൊരു സ്ഥാപനമാണ് ഇന്നതൊരു 4 ഏക്കർ ഭൂമിക്കടുത്ത് വലിയ കെട്ടിടങ്ങളുമായിട്ടൊക്കെ അനേകരെ സംരക്ഷിക്കാൻ തക്കോണം സാധിച്ചത് ഒരുപറ്റം നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല ആ സ്ഥാപനവും. അപ്പോൾ ഉറപ്പായും ആ സ്ഥാപനത്തെക്കുറിച്ചുള്ള കൃത്യം അപ്ഡേറ്റുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം ആളുകളുടെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി. വെബ്സൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ വാട്സാപ്പ് കൂട്ടായ്മകൾ അതിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിവിധതരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് തണലായിരുന്നു, സാമ്പത്തിക സ്രോതസ്സായിരുന്നു അത്. പിന്നെ ഗൾഫ് നാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ടുള്ള നിരവധി സുഹൃത്തുക്കൾ ഒരുപാട് ഫണ്ട് തരിക എന്നുള്ളതല്ല, അവരുടെ മാസത്തിലെ ശമ്പളത്തിൻ്റെ നിക്ഷേപം ഒരു 10,000 രൂപയായിരിക്കാം, 5,000 രൂപയായിരിക്കാം, 1,000 രൂപയായിരിക്കാം. ഇതൊക്കെ അവർ കുറച്ച് സുഹൃത്തുക്കൾ, ഒരുപാടല്ല കുറച്ച് പേര്, എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളൊക്കെ തന്നിട്ടാണ് ഈ സ്ഥാപനം റൺ ചെയ്തു പോകുന്നത്. ഇന്ന് വരെ ഇതിൻ്റെ വളർച്ചയിൽ കടപ്പെട്ടിരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലെ ഒരുപറ്റം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഒരുപറ്റം നല്ല സുഹൃത്തുക്കളാണ്. എസ്പെഷ്യലി ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കൻ നാടുകളിലുള്ള സുഹൃത്തുക്കൾ. അവരുടെ സഹായം കൊണ്ടാണ് ഇന്ന് വരെയും പ്രാദേശികമായിട്ടുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ സഹായമാണ് ഈ ബസീദയുടെ വളർച്ചയ്ക്ക് ഇന്ന് വരെയും കിട്ടിയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യുന്നുണ്ട്. നമ്മളെന്ത് സ്ഥാപനവും മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രാദേശികമായി ഒരു സപ്പോർട്ട് അതിനാവശ്യമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അതേപോലെയുള്ള ലോക്കൽ ബോഡീസിൻ്റെ ഇതിൽ എങ്ങനെയാണ് അവരുടെ സപ്പോർട്ട് അച്ഛന് കിട്ടുന്നുണ്ടോ? പ്രധാനമായിട്ടും സ്ഥാപനം ഒരു പഞ്ചായത്തിനകത്താണ്, അതായത് കുളനട ഗ്രാമപഞ്ചായത്തിനകത്താണ് ഈ സ്ഥാപനം വരുന്നത്. മെഴുവേലി വില്ലേജാണ്, ഒപ്പം താലൂക്ക് കോഴഞ്ചേരിയാണ്. തുമ്പമൺ ദേശത്തിനടുത്ത് ആണ്, ഒരു 5 കിലോമീറ്റർ വ്യത്യാസത്തിൽ പുന്നക്കുന്ന് മല എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. പ്രാദേശികമായിട്ട് ഒരുപാട് സാധാരണക്കാരായ നല്ല മനുഷ്യർ താമസിക്കുന്നുണ്ട്. ഇന്ന് വരെയും ബസീദ ഹോമിന് അല്ലെങ്കിൽ ബസീദ മിഷന് പ്രാദേശികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ സ്ഥാപനം തന്നെ മുമ്പോട്ട് ഇറങ്ങുന്നുണ്ട് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് കഴിഞ്ഞ ഇത്രയും കാലം ഈ സ്റ്റാർട്ടിങ് സമയം മുതൽ ഇന്ന് വരെയും എവറി ഇയർ നമ്മുടെ ആനിവേഴ്സറിക്ക് ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടും. പ്രാദേശികമായിട്ട് ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രത്യേകിച്ചൊരു 200, 180, 200, 250, 300 കുട്ടികൾക്ക് വരെ നമ്മൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക. അതുപോലെ തന്നെ തയ്യൽ മിഷൻ വിതരണം ചെയ്യുക, വിധവകളെ സഹായിക്കുക, ആടുകൾ കൊടുക്കുക തുടങ്ങി ഒരു പ്രാദേശിക, പ്രത്യേകിച്ച് സാധാരണക്കാരെ ആളുകൾ താമസിക്കുന്നിടത്ത് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് അറിഞ്ഞവരെ സഹായിക്കാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് സ്ഥാപനം ശ്രദ്ധിച്ചിട്ടുണ്ട്. വിവാഹ സഹായധനമൊക്കെ എല്ലാ പ്രാവശ്യവും സ്ഥാപനം കൊടുക്കാറുണ്ട്. കാരണം വൈകാരികമായ അടുപ്പമാണ്. ഒരു പറ്റം സാധാരണക്കാർ ചുറ്റും താമസിക്കുന്നു. ഒരു ക്രിസ്ത്യൻ നാമധേയത്വത്തിലൊരു പ്രോജക്റ്റ് അവിടെയുണ്ട്. ഈശോയുടെ സ്നേഹമാണ് എല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുമ്പുരാന്റെ സ്നേഹത്തിനകത്ത് ഒന്നും മറച്ചു വെക്കാൻ പാടില്ലല്ലോ. അവരില്ലാതെ എന്ത് മിഷൻ, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് മിഷൻ. അപ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞ പോലെ കരുണയുള്ളവനോട് ഞാൻ കരുണ കാണിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ അവരോട് കരുണ കാണിച്ചാൽ ഉറപ്പായും കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. അതുകൊണ്ട് ഉറപ്പായും ചുറ്റുമുള്ള ആളുകളെ ശരിക്കും ചേർത്ത് നിർത്താൻ ആദ്യം മുതലേ ഈ സ്ഥാപനം പരിശ്രമിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ചില ലീഗൽ വശങ്ങൾ 2012 ഈ സ്ഥാപനം നോർമലി രജിസ്റ്റർ ചെയ്തതാണ്. അതിനുശേഷം ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ്, അതായത് OCB, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഓഫ് കേരള സ്റ്റേറ്റ്, അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. സ്ഥാപനം തുടങ്ങി ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാ പ്ലാനുകളും കൃത്യമായി സമർപ്പിക്കുമ്പോൾ ഈ സ്ഥാപനം എലിജിബിൾ ആണെന്ന് അവർ സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു സർട്ടിഫിക്കറ്റ്, OCB അംഗീകാരമുള്ള സ്ഥാപനമാണ്. ഒപ്പം ഇൻകം ടാക്സിൻ്റെ ATG ട്രാൻസാക്ഷൻ്റെ അംഗീകാരം നമുക്കുണ്ട്. ഒരു 12A and ATG അംഗീകാരം നമുക്കുണ്ട്. എന്നാൽ നമുക്ക് വിദേശ പണം മാത്രം വാങ്ങാൻ തക്കവണ്ണം ഉള്ള ഒരു അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടില്ല. അത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. ഒരുപാട് പണമല്ല, മറിച്ച് ശുശ്രൂഷ എത്രയും പെട്ടെന്ന് ഭംഗിയാക്കി പൂർത്തീകരിക്കുക എന്നുള്ളത് ലക്ഷ്യമുള്ളതുകൊണ്ട് പണത്തിൻ്റെ വിശാലതയിലേക്ക് പോയാൽ പക്ഷേ ലക്ഷ്യം മറന്നുപോകും. ഒരുപാട് പണം വന്നാലും അത് ആപത്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പണത്തേക്കാൾ ഉപരി ചുറ്റുമുള്ള സഹജീവികളുമായി ചേർന്ന് വന്ന് പ്രത്യേകിച്ച് നാടിന് ഗുണമുള്ള, സമൂഹത്തിന് ഗുണമുള്ള, നമ്മളെ വിശ്വസിക്കുന്ന സഭയ്ക്ക് പെരുദോഷം കേൾപ്പിക്കാത്ത നല്ല ശുശ്രൂഷകൾ ചെയ്ത് ദൈവനാമം മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. ഇതുവരെയും പ്രാദേശികമായിട്ടോ അല്ലാതെ ഒരു ബുദ്ധിമുട്ടും ആളുകളിൽ നിന്ന് സ്ഥാപനത്തിനുണ്ടായിട്ടില്ല. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ വലിയ ഒരു പ്രകടനമാണ് ജീവകാരുണ്യ പ്രവർത്തനം. എന്നാൽ നമ്മളിന്ന് കാണുന്നത് 2 തരത്തിലുള്ള സുവിശേഷ പ്രവർത്തനം. ഒന്ന്, ഒരു അതർ വേൾഡിലേക്ക് ആളുകളെ ആ ഒരു ആത്മീയ തലം ഫോക്കസ് ചെയ്തു പോകുന്ന ഒരു തരം സുവിശേഷ പ്രവർത്തനം. മറ്റൊന്ന്, സോഷ്യൽ കൺസേൺ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സുവിശേഷ പ്രവർത്തനം. അപ്പോൾ അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏത് തരത്തിലുള്ള ഒരു ആത്മീയത നമുക്ക് എങ്ങനെ നമ്മുടെ ഈ സുവിശേഷം ബൈബിളുമായി വിശ്വാസവുമായി കണക്ട് ചെയ്യാൻ പറ്റും? അച്ഛൻ്റെ ഒരു മിഷൻ കാഴ്ചപ്പാട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. സുവിശേഷമില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനമില്ല. യേശുക്രിസ്തുവില്ലാതെ എന്ത് ജീവകാരുണ്യമാണ്? ലൂക്കോസ് സുവിശേഷം പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത് തന്നെ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാനാണ്, കാഴ്ചയില്ലാത്തവൻ്റെ കാഴ്ച പ്രസംഗിക്കാനാണ്, ചെകിടിന് കേൾവി കൊടുക്കാനാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ എന്ന നിലയിൽ, ഒരു സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ യേശുക്രിസ്തുവിന് സുവിശേഷമില്ലാത്ത പ്രവർത്തനങ്ങൾ അത് നിർജീവമായിരിക്കും. ഒരു വചനമുണ്ട്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ട്. 1 യോഹന്നാൻ 1:7 വചനം. അവൻ വെളിച്ചത്തിലിരിക്കുന്നു, നമ്മളും വെളിച്ചത്തിൽ നടക്കുക, അപ്പോഴാണ് നമ്മൾ തമ്മിൽ കൂട്ടായ്മയുള്ളത്. കണക്റ്റഡായിട്ട് പറയേണ്ടത്, ഇതെല്ലാം മുന്നമേ ഒരുക്കി എന്നൊരു വചനം കൂടി ബൈബിളിലെ റെഫറൻസ് എനിക്ക് കിട്ടുന്നില്ലെങ്കിലും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തകരാകണം, ഇന്ന രീതിയിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തണമെന്ന് പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം മൂവ് ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് സുവിശേഷത്തിലൂടെ, പ്രത്യേകിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായ വ്യക്തിയാണെങ്കിൽ, സുവിശേഷം കൊടുക്കുക, അതിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, അതിലൂടെ അനേകർക്ക് അവർക്ക് അവരുടെ ജീവനെ സംരക്ഷിക്കുന്ന വിധം സഹായമാകുന്ന വിധം കാരുണ്യ പ്രവർത്തനം നടത്തുക. ഇനി ക്രിസ്തുവില്ലാതെ ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഞാൻ പരാജയപ്പെട്ടൊരു പുരോഹിതനായിരിക്കും. എൻ്റെ വേഷത്തിന് മാത്രമേ നിറം കാണത്തുള്ളൂ, എൻ്റെ ജീവിതത്തിന് നിറം കാണത്തില്ല, എൻ്റെ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് നിറം കാണത്തില്ല, എൻ്റെ ബോധ്യങ്ങൾക്ക് നിറം കാണത്തില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ഇല്ലാതെ ജീവകാരുണ്യ പ്രവർത്തനമില്ല. കർത്താവിൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കാത്ത സുവിശേഷവും പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, എന്നിലൂടെ യേശുവിനെ കാണട്ടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. മരണം വരെ ഞാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടെ തീവ്രമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വേണേ തോന്നിപ്പോവും, പക്ഷേ യാഥാർത്ഥ്യമല്ലേ ഞാൻ പറയുന്നത്. സുവിശേഷത്തിൽ നമ്മളെ ജനിപ്പിച്ച, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിനെന്ന ഒരു വചനം പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു രക്ഷകൻ ഭൂമിയിൽ ഉണ്ടായെന്നും അവൻ ഒരുപാട് സഹിച്ച് മരിച്ച് ആ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് കടന്നുപോയെന്നും മടങ്ങി വരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം അവൻ ഇട്ട് തന്നതുകൊണ്ടാണ്. അവൻ തന്നെയാണ് പറയുന്നത്, നീ കരുണ കാണിക്കുക, നീ മനസ്സലിവുള്ളവനായി തീരുക, നീ രോഗിയെ ചേർത്ത് പിടിക്കുക, നീ ആരുമില്ലാത്തവനെ ചേർത്ത് പിടിക്കുക. ഇതെല്ലാം കർത്താവ് കാണിച്ചു തന്നു. അവൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ടുള്ള ഒരാൾ പോലും വെറുതെ പോയിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ മരിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ട് യേശുമ്പുരാൻ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിപ്പോയി വേറൊരു സ്ഥലത്തേക്ക് വിശ്രമിക്കാൻ പോവുക. അത്രയ്ക്ക് ദുഃഖമുണ്ട് ക്രിസ്തുവിന്. അനേകായിരങ്ങളെ സൗഖ്യപ്പെടുത്തിയ കുറച്ച് മണിക്കൂറുകളാണ് അവിടെ നടക്കുന്നത്. വളരെ ടയർഡായിട്ടും
യോഹന്നാൻ സ്നാപകൻ മരിച്ചു എന്ന് യേശുദമ്പുരാൻ്റെ ചെവിയിൽ ആരോ കൊണ്ട് പറഞ്ഞു. അവിടുന്ന് എല്ലാവരും ഒഴിവാക്കി കർത്താവ് മറ്റൊരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അവിടെ പോയി ഇരുന്നില്ല. അതിനു മുമ്പേ നഗരത്തിൽ നിന്ന് വലിയൊരു സംഘം ആളുകൾ വിലപിച്ചുകൊണ്ട് യേശുവേ രക്ഷിക്കണേ അനുഗ്രഹിക്കണേ എന്ന് ഓടിക്കൂടി. അവിടെ പറഞ്ഞൊരു വചനമുണ്ട്, അവൻ അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവരുടെ മേൽ കൈവച്ചു വന്ന. അതായത് തൻ്റെ വലിയ ശുശ്രൂഷയുടെ ഒരു ക്ഷീണവും ഒരു മരണത്തിൻ്റെ ദുഃഖമൊന്നുമല്ല, തൻ്റെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് വന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഈശോ കാണിച്ച വലിയ മനസ്സ്, അത് വലിയ ലക്ഷ്യബോധം നമുക്കുണ്ടാക്കി തന്നിട്ടുണ്ട്. നിസ്സാരമല്ല ഈ ജീവിതം, നമ്മുടെ വിളിയും നിസ്സാരമല്ല. ശോഭിക്കാനാണ് തിരഞ്ഞെടുപ്പ്, കത്തി ജ്വലിക്കാനാണ് തിരഞ്ഞെടുപ്പ്. കത്തി ചാമ്പലാകുക എന്ന് വേണമെങ്കിൽ പറയാം, എരിഞ്ഞു തീരുക എന്ന് പറയാം. ആ ചെയ്യുമ്പോഴൊക്കെ ആ പ്രവൃത്തിയിലെല്ലാം ഉരുകിത്തീരുന്നത് അനേകർക്ക് അഭയമായി നൽകിയ നമ്മുടെ ജീവിതമാകുമ്പോൾ നമ്മൾ ഹാപ്പിയാകും. കർത്താവിൻ്റെ സുവിശേഷം വിജയിക്കും, യേശുവിൻ്റെ സ്നേഹം അനേകരിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ക്രിസ്തുവും സുവിശേഷവും ജീവകാരുണ്യ പ്രവർത്തനവും ഒന്നായി തീരണമെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ലക്ഷ്യവും നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും ദൈവസ്നേഹം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പോഴാണ് സുവിശേഷ പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നത്. അച്ഛൻ്റെ ബേത്സതയിൽ നിന്ന് എനിക്ക് ആ വലിയ ഒരു സാക്ഷ്യം അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും ഈ സായാഹ്നത്തിൽ കഴിഞ്ഞത് വലിയ ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്, പ്രാർത്ഥനകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയ ഹ്യൂസ്റ്റൺ വോയിസ് അതിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അച്ഛൻ്റെ ഇനി അടുത്തൊരു പ്രൊജക്റ്റ് എന്താണെന്നും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. അച്ഛന് ഈ സമയം ഞാനുമായി ചെലവിട്ടതിൽ ഉള്ള സ്നേഹവും നന്ദിയും കൂടെ ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഞാനും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ തക്കോണം സാധിച്ചു. അച്ഛനിവിടെ CSI സഭയുടെ ഹ്യൂസ്റ്റൺ സെൻറ് തോമസ് ഇടവകയുടെ വികാരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. അങ്ങയുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരുക്കുകയാണ് ഈ കൂടിക്കാഴ്ച ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങ് ചോദിച്ചതുപോലെ ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ വന്നിട്ടുള്ളത് തന്നെ ഞങ്ങളുടെ മനസ്സിലെ കുറേ കാലമായിട്ടുണ്ടായിരുന്ന അമ്മമാരുടെ ഭവനം പൂർണ്ണമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. അത് അമ്മമാരെ കൂടി താമസിപ്പിക്കണം. മാനസിക രോഗമുള്ള, മാനസിക വെല്ലുവിളികളുള്ള അമ്മമാരുണ്ട്, ഒപ്പം ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരുണ്ട്, വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത വിധമുള്ള അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് ആത്മഹത്യ ചെയ്യാതെ അല്ലെങ്കിൽ ഉരുകിത്തീരാതെ തകർന്നു പോകാതെ അവരെ ചേർത്ത് പിടിക്കുക, സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ബത്സൈദ മരിയൻ ഹോം എന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫണ്ട് റൈസിംഗ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടിയാണ് ഞാൻ ശരിക്കും ഹ്യൂസ്റ്റണിൽ വന്നത്. ഇപ്പോൾ അടുത്തൊരു പർപ്പസ് അമ്മമാരുടെ ബിൽഡിങ്ങാണ്. ഈ ഒരു സംഭവത്തിലേക്ക് എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഹ്യൂസ്റ്റൺ വോയിസിനോട്, അതിൻ്റെ എല്ലാ അമരത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട സാബു നൈന്, അദ്ദേഹത്തിൻ്റെ ബ്രദർ ആൻഡ് പ്രിയപ്പെട്ട സെന്നി, അതുപോലെ തന്നെ ക്യാമറ വർക്ക് ചെയ്ത പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർ, ഒപ്പം എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ച പ്രിയപ്പെട്ട CSI ഹ്യൂസ്റ്റൺ ഇടവകയുടെ സെൻറ് തോമസ് ഇടവകയുടെ വികാരിയായ പ്രിയപ്പെട്ട ബെന്നി അച്ഛനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Hello sir, I'm really happy that you came here for Gloria 24. Yeah. And yesterday night, it was a real wonderful event actually. Like God's presence, we all felt. We heard it from a lot of people. We experienced it. And actually, personally speaking, I'm so happy that we could sing together on a stage. And especially that Parishuddhan, we could experience that. That was really truthful. And we are indeed, as a choir, all of us, we enjoyed singing with you all and your presence. And we welcome you. And personally, there are a lot of questions that have been asked to you. But what question comes to my mind, I don't know what to ask you. Sir, as Sachin was telling, to the younger generation, do you also engage in singing English songs? No, I don't sing English.
I can sing Yeah, I English, know, but you can, yeah. I'm not very comfortable with the language. Oh, okay. Because I studied in a Malayalam medium Yeah. school. Yeah. ആൻഡ് ഞങ്ങളുടെ അരിപ്പുറം പോലുള്ളൊരു ഗ്രാമത്തിൽ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാൾ ആക്ച്വലി ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഒരു അതല്ല. പിന്നെ ദൈവം ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരങ്ങളൊക്കെ തന്നുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ഒരു തന്നത്. ഞാൻ ഐ യൂസ് ടു സിങ് ജിംറൂസ് സോങ്സ്. ജിംറൂസിൻ്റെ പാട്ടുകളൊക്കെ ഞാനിങ്ങനെ ഇപ്പോൾ എല്ലാം മറന്നുപോയി. ഞാൻ കുറേ പാട്ടുകൾ ഞാൻ പണ്ട് അമേരിക്ക വന്നപ്പം ചില ചർച്ചകളിലൊക്കെ ഇംഗ്ലീഷ് ചർച്ചകൾ ഞാനത് പാടിയിട്ടുണ്ട്. ഈ പാട്ടുകളൊക്കെ ഇല്ലേ, വെൻ മൈ വൈസ് ഗ്രോത്ത് ഡ്രിയർ, പ്രഷ്യസ് ലോഡ്, ലിങ്കർ നിയർ എന്നുള്ള പാട്ടുകൾ, ഇതൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് ഭയങ്കര, എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വോയിസ് ജിംറൂസിൻ്റെ വോയിസാണ്. എൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജിംറൂസിൻ്റെ. ഞാൻ ഇപ്പം അമേരിക്കയിൽ പോയി വന്നൊരു ഷോപ്പിൽ പോയാൽ ജിംറൂസ് എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ നോക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ക്രിസ്മസ് ആകുമ്പം ഓൺലൈനിൽ ടി വിയിലൊക്കെ പരസ്യം വരും ജിംറൂസിൻ്റെ പാട്ടുകൾ. അപ്പം ഇംഗ്ലീഷ് ഞാൻ ആക്ച്വലി അങ്ങനെ പാടാറില്ല. പിന്നെ വളരെ റെയറായിട്ടൊക്കെ ഒരു പക്ഷേ ചില പാട്ടുകളൊക്കെ വല്ല വെഡ്ഡിങ് കോയേഴ്സിനോ ചിലർ വിളിക്കുമല്ലോ കോയറിനൊക്കെ, അങ്ങനെ പാടിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ അല്ലാതൊരു You have two wonderful kids. I know they're no longer small kids, but they are also into singing ministry. മൂത്ത മോള് സ്റ്റെഫി, ഷീ യൂസ് ടു സിങ്. എൻ്റെ കൂടെ കുറേ കാസറ്റുകൾ CDസിലൊക്കെ പാടിയിട്ടുണ്ട്. Okay. ബട്ട് ആഫ്റ്റർ മാരേജ് ഷീയുടെ ചൈൽഡ് ആൻഡ് അവരിപ്പം കൊച്ചിനെ വളർത്തുന്ന തിരക്കിലൊക്കെ പിന്നെ പാടാൻ പറ്റുന്നത്. ഷീസ് ഇൻ ദുബായ്. അങ്ങനെ അവിടെ അങ്ങനെ അധികം ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. ഇനിയിപ്പം നെക്സ്റ്റ് ടൈം when she come home, I want to record a few songs of her. Anyway, wonderful to have you here, sir. Thank you and hope that you will come back here. Yeah, sure, definitely. Thank you so much, sir. Thank you. സാർ, 35-ൽ പരം വർഷങ്ങളായി താങ്കൾ ഈ ക്രിസ്തീയ ഭക്തിഗാനം മേഖലയിൽ എത്തപ്പെട്ടിട്ട് ഇത് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയാമോ? ഞാനൊരു 10 വർഷം സെക്കുലർ ഫീൽഡിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങളുടെ ഫാമിലിക്കുള്ളത്. ഒന്ന്, എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹം ഒരു സുവിശേഷ ഗായകനുമായിരുന്നു. 1974 കേരളത്തിൽ അന്ന് സ്റ്റുഡിയോകളില്ലാതിരുന്ന കാലത്ത് മദ്രാസിൽ പോയി ഈ ക്രിസ്തീയ ഗാനരംഗത്ത് ആദ്യമായിട്ടൊരു ഈ ചർച്ച് ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ ആദ്യമായിട്ടൊരു പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഒരാളാണ് എൻ്റെ ഫാദർ. അതൊരു ഗ്രൂപ്പായിരുന്നു അവർ പോയി റെക്കോർഡ് ചെയ്ത്. അപ്പോൾ ഞാൻ വളർന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന കുടുംബം, അവിടെ പാട്ടുകളാണ് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് കേൾക്കാൻ തുടങ്ങിയത്. എൻ്റെ സഹോദരനും പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് സെക്കുലർ 10 വർഷത്തോളം അതിനകത്ത് പാടി. അപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥമില്ലായ്മ എന്നെ ദൈവം ബോധ്യപ്പെടുത്തി. കാരണം നമ്മളിങ്ങനെ പാടുന്നു, ഉത്സവപ്പറമ്പുകളിൽ പോകുന്നു, പള്ളിപ്പെരുന്നാളുകൾക്ക് പാടുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഫൈനാൻസ് പരിപാടികൾക്കൊക്കെ പാടുന്നു. നമുക്ക് ഈ കുറച്ച് പാട്ടുകൾ പാടുന്നതല്ലാതെ വന്ന് കേൾവിക്കാർക്കൊന്നും കൊടുത്തു വിടാൻ നമുക്ക് പറ്റുന്നില്ല. ആ ഒരു സമയത്ത് മാത്രം അവരനുഭവിക്കുന്ന ഒരു എൻജോയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കൂടുതൽ ചിന്തിപ്പിച്ചെന്നെ. അപ്പോൾ ആ സമയത്ത് ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ ഇടപെട്ടു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഇനിയും പാടുന്നത് ദൈവസ്നേഹമാണ്, ദൈവത്തിൻ്റെ ഒരു നിയോഗം അതാണ്. അതുകൊണ്ട് ആ ഒരു മേഖലയിൽ തന്നെ ശ്രദ്ധിക്കാം എന്നോർത്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ അവിചാരിതമായിട്ട് എനിക്ക് 1-2 റെക്കോർഡിങ്സ് വന്നു. അപ്പോൾ ആ പാട്ടുകൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ടായി. അവസരങ്ങൾ മാത്രം നോക്കിയല്ല, അപ്പോൾ അങ്ങനെ അതൊക്കെ ദൈവം തന്ന ഓരോ അവസരങ്ങളായി. അപ്പോൾ പിന്നെ അതിനകത്ത് മാത്രം കുറച്ചുകൂടെ കമ്മിറ്റ്മെൻറ്റോടുകൂടി ആ ഒരു മേഖലയിൽ പാടാനായിട്ട് തീരുമാനിച്ചു. അതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ദൈവത്തിൻ്റെ ഒരു കോളിംഗ്. യെസ്, തീർച്ചയായിട്ടും അതൊരു കോളിംഗ് ആണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാനിപ്പം 30-ലധികം വർഷങ്ങളായി ഗോസ്പൽ മാത്രം പാടാൻ തുടങ്ങിയിട്ട്.
10 വർഷം പാടിയുള്ളൂ സെക്കുലർ രംഗത്ത്. ഒരുപക്ഷെ അന്ന് മറ്റവസരങ്ങളൊക്കെ ഒരുപക്ഷെ ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടാമായിരുന്നു. പക്ഷെ അതൊന്ന് ശ്രമിക്കാൻ പോലുമുള്ള ഒരു അവസരം എനിക്ക് ദൈവം തന്നില്ല. മീൻസ് അതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു ഒരു കോളിംഗ് ആണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോഗ്രാമിന് വരുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിനെ ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ മനസ്സിനൊരു ആശ്വാസം പകരാനൊക്കെ പറ്റുന്നത് തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിൻ്റെ പാട്ടുകളാണ്. അത് ബോധ്യമായതുകൊണ്ടാണ് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇത് വളരെ പ്രചോദനകരമാണ് നമ്മുടെ യുവതലമുറയ്ക്ക്. കാരണം ഇപ്പോൾ അറിയാമല്ലോ, സോഷ്യൽ മീഡിയാസ്, അതുപോലെ തന്നെ എല്ലാവരും പ്രശസ്തിയുടെ പുറകെ പോകുന്ന ഒരു കാലമാണിത്. അപ്പോൾ എത്രത്തോളമാണ് ഈ ഒരു ഭക്തിഗാന രംഗത്ത് തലമുറയ്ക്ക് അത് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും യുവതലമുറയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഏത് തലമുറയും ഉപയോഗിക്കുന്നത് ദൈവമാണ്. അല്ലാതെ ഒരു യുവതലമുറ എനിക്കിപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ച് ഭാരപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു പുതിയ ഗായകൻ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവം ഒരു കാര്യം ഒരാളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ ഒരു വ്യക്തി ഉപയോഗിക്കും. അപ്പോൾ അതിനൊരു തലമുറകളുടെ കണക്കൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുണ്ടല്ലോ നല്ല സിംഗേഴ്സുണ്ട്, ഒരുപാട് പാട്ടുകാർ പാടുന്നുണ്ട്. സെക്കുലർ ഫീൽഡിൽ നിന്ന് റിയാലിറ്റി ഷോയിൽ നിന്നൊക്കെ വന്ന, കഴിഞ്ഞ വർഷം ഈ ചർച്ചിൻ്റെ പ്രോഗ്രാമിന് വന്ന ഇമ്മാനുവൽ ഹെൻറിയൊക്കെ, അവരൊക്കെ യുവതലമുറയുടെ ഗായകരാണ്. അവരൊക്കെ എന്തുകൊണ്ടാണ് ദൈവസ്നേഹം തിരഞ്ഞെടുത്തത്? അവർക്ക് മറ്റുള്ള രംഗത്ത് അവസരമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ ഹൃദയത്തിലും ദൈവം ഇതുപോലെ ഒരു മോമെൻറ്റ് അവരുടെ ജീവിതത്തിലും ദൈവം കൊടുത്തു ചിന്തിക്കാൻ. അങ്ങനെയാണ് അവരൊക്കെ വന്നത്. അതുകൊണ്ട് അങ്ങനെ കുറേ സിംഗേഴ്സുണ്ട് ഇപ്പം. ഞങ്ങളൊക്കെ ഇപ്പം ഇത്രയും വർഷങ്ങളായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഏതൊരു മേഖലയിലെയും പോലെ തന്നെ ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരു ലെജൻഡറി മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ 35 വർഷത്തിൽ മേളിലായി 1000-ൽ പരം ഗാനങ്ങൾ പാടി. അപ്പം താങ്കളെപ്പോലെയുള്ളൊരു ലെജൻഡറി ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു വീക്ഷണമുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കൂടി, പല കാലഘട്ടത്തിൽ കൂടിയും കടന്നുപോയി പല ഫേമസ് മ്യൂസീഷ്യൻസിനെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്കൾ ആ ഒരു കാലഘട്ടത്തിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? എന്തൊക്കെ താങ്കളുടെ സംഗീത ജീവിതത്തെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്? നമുക്ക് മാറ്റങ്ങളെന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അല്ലെങ്കിൽ എല്ലാ കാലങ്ങളിലും മാറ്റം ഉണ്ടായേ പറ്റൂ. നമ്മളിപ്പോൾ ധരിക്കുന്ന ഈ വസ്ത്രമല്ലല്ലോ നമ്മൾ ഒരു 50 വർഷം മുമ്പ് ധരിച്ചിരുന്നത്. അല്ലെങ്കിൽ അന്ന് ഇത്രയും നല്ല വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ഉപയോഗിച്ച കാറല്ല നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അപ്പം മാറ്റങ്ങൾ ആവശ്യമാണ്. അത് മാറിക്കൊണ്ടിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ എല്ലാ മാറ്റങ്ങളെയും നമുക്ക് ഒരുപോലെ സ്വാഗതം ചെയ്യാൻ കഴിയണമെന്നില്ല. അത് നമുക്കൊരു നല്ല ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ദൈവം തന്നിട്ടുണ്ട്. അത് വചനമാണ്, ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട്. അപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറ്റുന്ന പല കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകം കൂടി ആയിട്ട് അല്ലെങ്കിൽ വചനവുമായിട്ടും കൂടി ഒന്ന് പരിശോധിക്കണം. നമുക്കത് പറ്റുന്ന ഒരു മാറ്റമാണോ, അല്ലെങ്കിൽ ഒരു ദൈവഭാഗത്ത് നിൽക്കുന്ന ഒരാൾ ആ ഒരു മാറ്റത്തിലേക്ക് പോകുന്നത് ശരിയാണോ എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കണം. പിന്നെ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. കൊച്ചുകുഞ്ഞ് മതേശി, KV സൈമൺ സാറ്, മോശവത്സലം, TJ വർക്കി, EI ജേക്കബ്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ, നല്ല അനിതര സാധാരണമായ അല്ലെങ്കിൽ വളരെ മനോഹരമായ പാട്ടുകൾ എഴുതിയ ഒരുപാട് കവികളുണ്ട്. അവരുടെ പാട്ടുകളുടെ ഒരു ഡെപ്ത് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് കാണാനില്ല. അതിനൊരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ എല്ലാ സൈഡും ചിന്തിക്കണം. നമ്മൾ അങ്ങനെ ഇപ്പോഴത്തെ പാട്ടുകളെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. സൈമൺ സാറിൻ്റെ ഒരു പാട്ട് എത്ര പേർക്ക്, ഈ തലമുറയിൽ എത്ര പേർക്ക് മനസ്സിലാവും? പലർക്കും മനസ്സിലാകത്തില്ല. കൊച്ചുകുഞ്ഞ് പാട്ടുകൾ മനസ്സിലാകും, കാരണം കുറച്ചുകൂടെ അത് സിമ്പിൾ പാട്ടുകളായിരുന്നു. എന്നാൽ സൈമൺ സാറിനെ പോലെ അല്ലെങ്കിൽ മോശവത്സലത്തിൻ്റെ കൃതികൾ, അതൊക്കെ കീർത്തനങ്ങളും ഒക്കെയാണ്. അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ചർച്ചിൽ പാടിയപ്പം 1000 ആയിരങ്ങളായുള്ള എന്നൊക്കെ പറഞ്ഞൊരു വരികളുണ്ട്.
ഞാൻ ഈ കൊയറിലെ പിള്ളേരോട് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം അറിയോ, അവർക്ക് ആർക്കും അറിയില്ല. പക്ഷേ അത് നമ്മളിപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷന് പ്രത്യേകിച്ച് അവർ മലയാളം പഠിക്കുന്നില്ല, അവരുടെ മീഡിയം ഇപ്പോൾ ഇംഗ്ലീഷാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള മലയാളമായിരിക്കാം. അപ്പം അതുകൊണ്ടാണ് പഴയ പാട്ടുകൾ യുവതലമുറയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നതും. പുതിയ പാട്ടുകൾ വലിയ നല്ല പാട്ടുകളുണ്ട് കേട്ടോ, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും നല്ല ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാൽ ചില പാട്ടുകളൊക്കെ ഒന്നുമില്ല അതിനകത്ത്, ചില പാട്ടുകൾക്കൊക്കെ. അതും നമ്മൾ പാടിയിട്ടുണ്ട്, അങ്ങനെയുള്ള പാട്ടുകൾ. എന്നിരുന്നാൽ പോലും ആ പാട്ടുകളെ നമ്മൾ ഉപേക്ഷിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നത് ശരിയല്ല. ഒരു വ്യക്തി ദൈവസ്നേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ ആ ഒരു കപ്പാസിറ്റിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി, ഓക്കെ, അത്രയും ആ ഒരു ചിന്താശക്തി ഒരുപക്ഷെ ദൈവം അദ്ദേഹത്തിന് കൊടുത്തുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ ഇപ്പോൾ സൈമൺ സാറിനെ പോലെ പണ്ഡിതനായിരുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ മോശവത്സലത്തിനെ പോലെ പണ്ഡിതനായൊരു വ്യക്തി എഴുതിയതുപോലെ ഇന്നത്തെ തലമുറയിലെ ഒരാൾക്ക് എഴുതാൻ കഴിയണമെന്നില്ല. അങ്ങനെയല്ലേ എല്ലാം. ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങളാണെങ്കിലും അങ്ങനെയല്ലേ, വലിയ കൃതികളൊക്കെ ഇല്ലേ. ഇപ്പം MT വാസുദേവൻ നായർ സാർ, അല്ലെങ്കിൽ ONV സാർ, ഇവരൊക്കെ എഴുതിയ ആ ഒരു നിലവാരത്തിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? കാരണം അവർക്ക് മലയാളവുമായിട്ട് അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു അനിവാര്യതയാണ്. അത് ശരിയാണ്. അപ്പോൾ എനിക്കിനി ചോദിക്കാനുള്ളത്, താങ്കളോട് ഈ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, യു റിയലി ഹാവ് എ ഗ്രേറ്റ് ഗോഡ്സ് കോളിംഗ്. താങ്കളുടെ ദൈവത്തോടുള്ള ഒരു വിശ്വാസം, അത് ആ ഒരു പാടാനുള്ള ഒരു ആഗ്രഹം, ആ ഒരു തീഷ്ണത, അത് വ്യക്തമാണ്. സോ എത്രത്തോളമാണ് താങ്കളുടെ ആ ഒരു വിശ്വാസം താങ്കളുടെ ആ ആലാപനത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ കോളിംഗ്, അല്ലെങ്കിൽ പാടാനുള്ള, അല്ലെങ്കിൽ സെക്കുലർ രംഗത്ത് നിന്ന് എന്നെ ദൈവം ഈ രംഗത്തേക്ക് വിളിച്ചു മാറ്റിയപ്പോൾ അതൊരു ദൈവത്തിൻ്റെ കോളിംഗ് ആണെന്ന് വളരെ വ്യക്തമായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ നിലയിൽ കണ്ടിന്യൂ ചെയ്യാനൊക്കെയുള്ളൂ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കർത്താവാണ്, യേശുവാണ് എന്നെ ആ രംഗത്തേക്ക് കൊണ്ടുവന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ബിനോയ് ചാക്കോ എന്നൊരു പാട്ടുകാരൻ പോലും ഇപ്പോൾ കാണണമെന്നില്ല. കാര്യം സെക്കുലർ രംഗത്ത് വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരുപാട് പാട്ടുകാരുണ്ട്. അവിടെ ഒന്നും ഒരുപക്ഷെ നമുക്ക് നിൽക്കാൻ പറ്റിയെന്ന് പോലും വരില്ല. അപ്പോൾ ഇത് അത്ര വലിയ പാട്ടുകാരനല്ലാത്ത, അല്ലെങ്കിൽ സംഗീതം പഠിക്കാത്ത ഒരാളെ ദൈവം ഉപയോഗിക്കാതെ 5000 പാട്ടുകളല്ലേ, അതിൽ 5000-ലധികം പാട്ടുകൾ ദൈവം എന്നെ കൂടെ പാടിച്ചില്ലേ. അതെൻ്റെ ഒരു കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, അത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന്, ഒരു നിയോഗമാണെന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞാൻ ഒരുപാട് കുറവുകളുള്ള ആളാണ്, ഞാനൊരു പെർഫെക്റ്റ് ആളൊന്നുമല്ല. എന്നാൽ എൻ്റെ ബോധ്യം, എനിക്ക് ദൈവം തന്നിരിക്കുന്നൊരു ബോധ്യം, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ 100% വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ പാടുന്നത്. അത് എന്നെ സ്റ്റേജിൽ എന്നെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ കോൺഫിഡൻസ്. യെസ് തീർച്ചയായിട്ടും. സാർ, ഇനി ചോദിക്കാനുള്ളത്, ഈ ഒരു സംഗീത യാത്രയിൽ ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ? ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നമ്മൾ പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ പല ആളുകൾ അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് പറയാറുണ്ട്. അല്ലെങ്കിൽ ബിനോയുടെ ഈ ഒരു പാട്ടാണ് എന്നെ, ഒരിക്കലൊരു വൈദികൻ എന്നോട് പറഞ്ഞു, ബിനോയുടെ ഒരു സോങ്ങാണ് എന്നെ വൈദിക വൃത്തിയിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സംതൃപ്തി നൽകുന്നൊരു കാര്യമാണ്. അതുപോലെ ഞാൻ ഈ US തന്നെ ട്രാവൽ ചെയ്തപ്പോൾ ഒരു കുട്ടി, ഒരു രോഗിയായ ഒരു കുട്ടി, അപ്പോൾ ആ കുട്ടിയും പേരൻസും കൂടെ എന്നെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, ബിനോയുടെ പാട്ടുകളാണ് ഈ കുട്ടി സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഒരു വലിയ മുഹൂർത്തങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവസ്നേഹം അവരിലേക്ക് ചൊരിയപ്പെടാൻ നമ്മുടെ പാട്ടുകൾ മുഖാന്തരമായിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നത്
അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവിസ്മരണീയ മുഹൂർത്തം. ഒരുപക്ഷെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങി ചെല്ലുകയും വന്ന് അല്ലെങ്കിൽ ഒരു എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നൊന്നുമല്ല ഒരു അവിസ്മരണീയ മുഹൂർത്തം എന്ന് പറയുന്നത്. നമ്മൾ പാടുന്ന ഒരു സോങ് ആരുടെയെങ്കിലും ഒരു ഹൃദയത്തിൽ ഒരു ജീവിതത്തെ സന്ദർശിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായാൽ മതി. അതാണ് അവിസ്മരണീയ മുഹൂർത്തം. അത് പലതും നമ്മൾ അറിയാറില്ല, പലരും നമ്മളോട് പറയാറില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതവരെ എത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ട്. KS ചിത്ര താങ്കളുടെ ശബ്ദത്തിൻ്റെ ആ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്നോടല്ല ചിത്ര മാഡം പറഞ്ഞത്, സണ്ണി സ്റ്റീഫൻ എന്ന് പറയുന്നൊരു സംഗീത സംവിധായകനോടാണ്. ഞാൻ ചിത്ര ചേച്ചിയായിട്ട് കുറച്ച് ആൽബങ്ങളിൽ ഞാൻ പാടിയിട്ടുണ്ട്, കാസറ്റുകളിൽ പാടിയിട്ടുണ്ട്. പക്ഷേ പാടിയ സമയത്തൊന്നും ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ പാട്ടുകൾ കേട്ടിട്ട് സണ്ണി സ്റ്റീഫൻ എന്ന സംഗീത സംവിധായകൻ, ഞാൻ സണ്ണി സ്റ്റീഫൻ സാറിൻ്റെ വർക്കിനാണ് ആദ്യം റെക്കോർഡിങ്ങിന് പാടുന്നത്. അദ്ദേഹമാണ് എന്നെ ഒരു മൈക്കിന് മുന്നിൽ റെക്കോർഡിങ്ങിന് നിർത്തുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തോട് ചിത്ര മാഡം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വോയിസാണ് പിന്നെ പാടിയത്. അത് ഞങ്ങൾക്കും തോന്നാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ആ ഒരു പാടണ്ട, സംസാരിച്ചാൽ മതി, ആ ഒരു ശബ്ദത്തിൻ്റെ സൗന്ദര്യം തിരിച്ചറിയണം. ദാറ്റ്സ് എ ഗോഡ്സ് ഗിഫ്റ്റ്. ദൈവം തന്നൊരു ശബ്ദമാണ്, അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ദൈവത്തിന് വേണ്ടി തന്നെ അതെ തീർച്ചയായിട്ടും. അതിൽ പരം ഒരു ബ്ലെസ്സിങ് എന്താണുള്ളത്? ഒന്നുമില്ല. ഞാനും അത് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് എൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ 10,000-കണക്കിന് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കൊമേഴ്ഷ്യൽസ്, റേഡിയോ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എൻ്റെ അത്രയും നമ്പർ ഓഫ് പരസ്യങ്ങൾ ചെയ്ത ആളുകൾ ഒരുപക്ഷെ കാണത്തില്ല. ഒരു കാലഘട്ടം കേരളത്തിലെ പ്രധാനപ്പെട്ട ഏജൻസികൾക്കെല്ലാം എൻ്റെ വോയിസായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഞാൻ ഈ പല മേഖലകളിൽ, ഇപ്പോൾ സ്വർണ്ണക്കടകൾ, തുണിക്കടകൾ, അല്ലെങ്കിൽ അരി പ്രോഡക്ട്സ്, ഓരോ പ്രോഡക്ട്സ്, അങ്ങനെയൊക്കെ ഒരുപാട് പരസ്യങ്ങൾ, 1000-കണക്കിന് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വോയിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഡബ്ബിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കാം. ജീസസ് മൂവിയിൽ അതും ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈ മുമ്പേ പറഞ്ഞല്ലോ ഒരു അവിസ്മരണീയ മുഹൂർത്തം എന്ന് പറയുന്നത്, അതും എന്നെ സംബന്ധിച്ചിടത്തോളൊരു അവിസ്മരണീയ മുഹൂർത്തമാണ്. നമ്മളൊരു വീഡിയോയിൽ യേശുവായിട്ട് അഭിനയിച്ച ഒരാൾക്ക് ശബ്ദം കൊടുത്തു എന്നേ ഉള്ളൂ പക്ഷേ ആ അഭിനയിച്ച വ്യക്തിയാണെങ്കിലും അത് യേശുവായിട്ടാണ് അഭിനയിച്ചത്, അല്ലെങ്കിൽ ആ യേശുവിൻ്റെ വചനങ്ങളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശബ്ദത്തിലൂടെ അത് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ സംതൃപ്തിയായിട്ടാണ്. അത് തികച്ചും അത് യേശുവിൻ്റെ ഒരു ശബ്ദം കൊടുക്കുക എന്ന് പറഞ്ഞു. അതെ അതൊരു വലിയ അതും ഈ പറഞ്ഞ പോലെ പല വോയിസുകൾ അവർ ട്രൈ ചെയ്തു. അത് ബാംഗ്ലൂരാണ് അത് റെക്കോർഡ് ചെയ്ത് തന്നിട്ട് അത് അവർ US-ൽ അമേരിക്കയിൽ വെച്ചാണ് അതിൻ്റെ മിക്സിങ് ചെയ്യുന്നത്. അപ്പം വാർണർ ബ്രദേഴ്സ് ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ ക്യാമ്പസ് ക്രൂസൈഡിന് വേണ്ടി. അപ്പോൾ ആ ഡബ്ബിങ് ചെയ്ത വോയിസ് വന്നിട്ട് അവരത് അപ്രൂവ് ചെയ്തില്ല. അങ്ങനെ ഫൈനലി എന്നിലേക്ക് അത് എത്തിച്ചേർന്നു, അത് അപ്രൂവായി. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഇനി സാറ് നേരത്തെ പറഞ്ഞല്ലോ KS ചിത്ര മാഡവുമായിട്ട് അല്ലെങ്കിൽ ആൽബംസ് ചെയ്യുന്ന കാര്യങ്ങളും. സോ ഈ 90s കാലഘട്ടത്തിലൊക്കെ ഈ വീഡിയോ ആൽബംസ് അതിൻ്റെയൊക്കെ പ്രസക്തി അതിൽ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട്. വീഡിയോ ആൽബം അതിൻ്റെ സത്യം പറഞ്ഞാൽ 1990-ൽ ഞാനാണ് ആദ്യമായിട്ടൊരു വീഡിയോ ആൽബം ചെയ്യുന്നത്. അന്ന് സെക്കുലർ രംഗത്ത് പോലും ഒരു വീഡിയോ ആൽബം ഇല്ല, അങ്ങനൊരു കോൺസെപ്റ്റ് ഇല്ല. അന്ന് ഈ VHS വീഡിയോ കാസറ്റാണുള്ളത്. ഷൂട്ട് ചെയ്തത് അന്നത്തെ ഏറ്റവും നല്ല ഫോർമാറ്റായിരുന്നു, യുമാറ്റിക് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ്. അത് ക്യാമറമാർക്കൊക്കെ അറിയാം യുമാറ്റിക്. അന്ന് നിലവിലുണ്ടായിരുന്ന അന്ന് ദൂരദർശനിലൊക്കെ ഉപയോഗിച്ചിരുന്ന യുമാറ്റിക്കാണ്. അതിലാണ് ഷൂട്ട് ചെയ്തത്. അത് 90-ൽ ഞങ്ങളൊരു സ്റ്റുഡിയോ ഫ്ലോർ ഹയർ ചെയ്ത് അവിടെ ഒരു 10 പാട്ട് ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഓഡിയോ ഒക്കെ ആദ്യം റെക്കോർഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ അഭിനയിക്കുകയാണ്, ലിപ് മൂവ്മെൻറ്റ് അഭിനയിക്കുകയാണ്. പക്ഷേ ദാറ്റ് വാസ് ദ ഫസ്റ്റ് വീഡിയോ ആൽബം. അന്ന് മലയാളമെന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു വീഡിയോ ആൽബം അതാണ്. അതിനുശേഷം ഞങ്ങളൊരു 8 ആൽബങ്ങൾ ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് ചെയ്തതൊക്കെ കേരളത്തിലെ പ്രഗത്ഭരായ ഈ ഫിലിം ക്യാമറമാന്മാരാണ് ചെയ്തത്. അളവപ്പൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ.
അദ്ദേഹമാണ് പല എൻ്റെ വീഡിയോസും ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രൊഫഷണലായിട്ട് ആ കാലഘട്ടത്തിൽ ചെയ്തതാണ്. ഇന്ന് കുറച്ചുകൂടെ ടെക്നോളജി വർദ്ധിച്ചപ്പോൾ അത് കുറച്ചുകൂടെ ഈസിയായി. അന്ന് ഒരു വലിയ പണച്ചിലവുള്ള കാര്യങ്ങൾ, ലൈറ്റ് ബോയ്, ഒരുപാട് യൂണിറ്റ് വേണം, ലൈറ്റിൻ്റെ യൂണിറ്റ് വേണം, അതിനകത്തൊരു 10 പേര് കാണും. പിന്നെ ക്രെയിനുണ്ട്, ക്രെയിൻ ഒരു 8 പേരുണ്ട്. പിന്നെ ക്യാമറ പ്ലേബാക്ക് ചെയ്യുന്ന മെഷീനുണ്ട്, അതിന് 2 പേരുണ്ട്. പിന്നെ ക്യാമറ വരുമ്പോൾ ക്യാമറയുടെ ഫസ്റ്റ് അസിസ്റ്റൻറ്റ്, സെക്കൻഡ് അസിസ്റ്റൻറ്റ്, മെയിൻ ക്യാമറമാന്. പിന്നെ അന്ന് ക്യാമറ റെൻ്റ് ചെയ്യണം, അപ്പം റെൻ്റ് ചെയ്ത് നിർത്തുന്ന ഒരാൾ. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സിനിമ പ്രൊഡക്ഷൻ്റെ യൂണിറ്റാണ്. ഒരു 50 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ശമ്പളം ഉണ്ടാവണം, അവരുടെ ഭക്ഷണം ഉണ്ടാവണം, അക്കോമഡേഷൻ ഉണ്ടാവണം. ഇതൊക്കെ അന്ന് നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ സംഹൗ ദൈവം അതിനകത്തൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അങ്ങനെ വീഡിയോ ആൽബംസ് ഉണ്ടായി. അത് വളരെ പോപ്പുലറായി. അത് സത്യത്തിൽ ഈ അമേരിക്കയിൽ ഈ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് എന്നെ പരിചയം ആ വീഡിയോകളിലൂടെയാണ്. അവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഈ അമ്മമാർ അവരെയൊക്കെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ടി വിയിൽ ഇട്ട് കൊടുത്തിരുന്നത് എൻ്റെ പാട്ടുകളൊക്കെയായിരുന്നു. എന്നോട് ഒത്തിരി ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ പാട്ടുകൾ കേട്ടാണ് ഞങ്ങൾ വല്ലതൊക്കെ കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നോക്കിയിരിക്കുമ്പോൾ വായിലോട്ട് ഫുഡ് വെച്ച് തരും. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തിൽ 1990 അതിൻ്റെ ഒരു തുടക്കക്കാരനാകാനും എനിക്ക് സാധിച്ചു. അതിനുശേഷം പല ആൽബംസ് അങ്ങനെ വീഡിയോ ആൽബംസായിട്ട് വന്നു. ഇന്നിപ്പോൾ വീഡിയോ വളരെ കോമണാണ്. ഇന്നിപ്പോൾ നമുക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്യാം. അന്നങ്ങനെ ആയിരുന്നില്ല. അതിനൊരുപാട് വേദനകൾ, ത്യാഗങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ പാട്ട് അഭിനയിക്കുകയും അതിനുശേഷം ഉച്ചയ്ക്ക് ചോറ് മേടിക്കാനും ഒക്കെ ഞങ്ങൾ പോകണം. ഞങ്ങൾ വണ്ടിയിൽ പോയി ചോറ് മേടിച്ച് എല്ലാവർക്കും കൊടുക്കുക. ഇതെല്ലാം നമ്മളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇന്ന് പൈസയുണ്ട്, ആളുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് പൈസയുണ്ട്. അന്നൊന്നും പൈസയില്ല. അത് ശരിയാണ്. നമ്മുടെ വിരൽത്തുമ്പിലാണ് നമുക്ക് നമ്മുടെ ലോകം. ഇന്നിപ്പം നമുക്ക് വളരെ ഈസിയല്ലേ കാര്യങ്ങൾ. ഒരു ഷൂട്ടിംഗ് എന്നൊന്നും പറഞ്ഞൊരു എറണാകുളത്തോട്ട് പോയാൽ ഇഷ്ടംപോലെ സ്റ്റുഡിയോ ഫ്ലോറുകളുണ്ട്, നമുക്ക് അവിടെ ചെയ്യാം. ഞങ്ങൾ ചെയ്തത് കൂടുതലും ഔട്ട്ഡോറാണ്. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പൊന്മുടി, ട്രിവാൻഡ്രം, കന്യാകുമാരി, കോവളം, മുട്ടം, ഇങ്ങനെയുള്ള വളരെ ആലപ്പുഴ പ്രകൃതി രമണീയമായ അനേക സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ ഒരുപാട് പാട്ടുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും പല പാട്ടുകളൊക്കെ യൂട്യൂബിലുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് സാറ് ഷെയർ ചെയ്തത്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം സാറിന് തന്നെ ആ ഒരു കാലഘട്ടത്തിലോട്ട്, ആ ഒരു വീഡിയോസിലോട്ടൊക്കെ ഓർമ്മകൾ പോയി. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ ഒരു വലിയ ആ കാര്യം. അതിനൊക്കെ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ. അതൊന്ന് വെളിയിലിറങ്ങി, അതൊന്ന് എഡിറ്റ് ചെയ്ത് വെളിയിലിറങ്ങി, പിന്നെ അതൊന്ന് ആളുകളെ കാണിക്കാൻ. ഞാൻ ഈ ദൂരദർശനിലൊക്കെ എത്രയോ പ്രാവശ്യം പോയി കാവലിരുന്നുണ്ട്. ഇതൊന്ന് എടുക്കൂ, ഇതൊന്ന് പ്ലേ ചെയ്യൂ. അന്ന് അതിനുള്ള സാധ്യതയില്ല, ദൂരദർശനിൽ അവരെടുക്കില്ല. ഇപ്പോഴൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ ചാനലുകാർ ഇഷ്ടം പോലെ ഏത് ചാനലും എടുക്കും. നമുക്ക് അന്നൊരു ചാനലിൽ പാട്ട് പാടാൻ പോലും നമുക്ക് അവസരങ്ങളില്ല. അന്ന് ദൂരദർശനിൽ എ ഗ്രേഡ് ഉണ്ടെങ്കിലേ, ഓൾ ഇന്ത്യ റേഡിയോയിൽ എ ഗ്രേഡ് ഉണ്ടെങ്കിലേ ദൂരദർശനിൽ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇന്ന് അത് വലിയൊരു വിഷയമാണോ? ഇഷ്ടം പോലെ ചാനലുകൾ, റിയാലിറ്റി ഷോകൾ, പിള്ളേർക്ക് അവസരങ്ങളുണ്ട്. ഞങ്ങൾക്കൊന്നും ഒരവസരങ്ങളുണ്ടായിരുന്നില്ല. അതാണ്, മികച്ച കഴിവുള്ളവരാണ് അന്ന്, ഇന്നും കഴിവുള്ളവരാണ്. അതെ, ഇന്ന് പക്ഷേ ഒരുപാട് ടാലൻസ് ആയി. ഇപ്പം അന്ന് ഇത്രയും ആളുകളൊന്നുമില്ല. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ 5 വയസ്സുള്ള പിള്ളേർ, 4 വയസ്സുള്ള പിള്ളേരൊക്കെ റിയാലിറ്റി ഷോയിൽ പാടുകയില്ലേ. അപ്പോൾ സാർ ഈ ദൂരദർശനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അന്ന് ഈ ചാനൽസുകളിൽ പാടാൻ അവസരങ്ങളൊന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഏതെങ്കിലും TV ചാനലുകളിൽ, ക്രിസ്തീയ പരിപാടികളിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ, ക്രിസ്തീയ ഗാനങ്ങളായിട്ട്? ആ സമയത്ത് പിന്നെ വന്നത് ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റിൽ ചില പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവൻ TV, അതൊരു ക്രിസ്ത്യൻ ചാനലായിട്ടാണ് അന്ന് തുടങ്ങിയത്. ജീവൻ TV ചെയ്തു. പിന്നെ ഒരുപാട് ഇപ്പം ആത്മയാത്ര, പവർ വിഷൻ, പിന്നെ പോർട്ടലുള്ള ചാനലുണ്ട്, ശാലോം TV, ഇതിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ ഇത് സംസാരിച്ചതാണ്, എന്നാലും ഇപ്പം ചലച്ചിത്ര മേഖല എന്ന് പറഞ്ഞാൽ അത് വാസ്റ്റാണ്, ഒരുപാട് പ്രശസ്തിയാണ്, ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ്. താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ഒരു ക്രിസ്തീയ ഭക്തിഗാന രംഗത്തേക്ക് മാറിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ചലച്ചിത്ര ഗാന രംഗത്ത് എന്താവുമായിരുന്നു ഞാൻ? ഒന്നും ആകില്ലായിരുന്നു. കാരണം ദൈവത്തിന് എന്നെ കൊണ്ടുള്ള ഉദ്ദേശമേ നടക്കുള്ളൂ. ഞാനൊന്നും ആകില്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചില്ല, ഞാനൊരു ലേൺഡ് സിംഗറല്ല. ഒരു സിനിമയിൽ നല്ല സംഗീതം അറിയാവുന്ന, അല്ലെങ്കിൽ സംഗീത സംവിധായകർ എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ക്ലാസിക്കൽ അറിയാവുന്ന, അല്ലെങ്കിൽ സ്വരസ്ഥാനങ്ങൾ അറിയാവുന്ന പാട്ടുകാരൊക്കെയാണ് അവർക്ക് താല്പര്യം. ഇത് കഷ്ടപ്പെട്ട് ഒരാളെ പഠിപ്പിക്കാനൊന്നും അവർക്ക് നേരം കാണില്ല. അപ്പം
ഞാനങ്ങനെ ഒരു ലേൺഡ് സിംഗർ അല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ ശുപാർശ ചെയ്ത് കുറച്ച് പാട്ടുകൾ പാടാൻ പറ്റിയേക്കുമായിരുന്നു. പക്ഷേ ദൈവം അതല്ല എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത്. നോ, എനിക്ക് അങ്ങനെ ഒരു ഫാസിനേഷൻ ആക്ച്വലി ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ ഒരു വരും തലമുറയ്ക്ക് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ താങ്കളെ പോലെയുള്ള ഒരു ലെജൻഡറി മ്യൂസിഷ്യനിൽ നിന്ന് പഠിക്കാനുള്ളത്. അതാ എനിക്ക് ഇത്രയും നേരം സംസാരിച്ചപ്പോഴും അതാണ് തോന്നിയത്. നമുക്കൊരു കോളിംഗ് ഉണ്ടെന്ന് തോന്നിയാൽ, ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ടെന്ന് തോന്നിയാൽ, നമ്മുടെ ഈ ഒരു ശബ്ദം തന്നത് ദൈവമാണെന്ന് തീർച്ചയായിട്ടും അത് ദൈവത്തിന് വേണ്ടി തന്നെ ഡിവോട്ട് ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു പാഠമാണ്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിനിമയല്ല നമ്മുടെ ഒരു അൾട്ടിമേറ്റ് കാര്യം, ജീവിതത്തിൽ ഒരു അൾട്ടിമേറ്റ് കാര്യം അതല്ല. നമുക്ക് ഏതെങ്കിലുമൊക്കെ ജീവിതങ്ങളുടെ ഭാഗമായി തീരാൻ പറ്റുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തെ സ്പർശിക്കാൻ പറ്റുക. അല്ലാതെ ഇപ്പം സിനിമയിൽ ആർക്കാണ് ജീവിതങ്ങളെ സ്പർശിക്കാൻ പറ്റിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നില്ല. ഒരു നൈമിഷികമായ അല്ലെങ്കിൽ ഇരുന്ന് കാണുന്ന ഒരു 2.5 മണിക്കൂർ ഒരുപക്ഷെ നമ്മുടെ ക്യാരക്ടറിലൂടെയൊക്കെ അവർ പോകുമായിരിക്കും. പക്ഷേ തിയേറ്ററിന് വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അതൊക്കെ പോയി. പക്ഷേ നമ്മൾ ആളുകളുടെ ഹൃദയവേദനകൾക്ക് ഒരു ആശ്വാസമായി തീരുക, നമ്മുടെ പാട്ടുകൾ അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുക, അതാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ അതാണ്. ആരുടെയെങ്കിലുമൊക്കെ കണ്ണീരൊപ്പുക, ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുക, വേദനകളുടെ ഭാഗമായി തീരുക. ഇപ്പം ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്ന കാലത്ത് കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻസ് എന്ന് പറയുന്നൊരു ആശുപത്രിയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്യാൻ പോകുമായിരുന്നു. അവിടെ ഫാർമസിസ്റ്റായിട്ടൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ സിസ്റ്ററിൻ്റെ പേര് മറന്നുപോയി അൺഫോർച്ചുനേറ്റ്ലി. സിസ്റ്ററിന് ക്യാൻസർ വന്ന് ആ സമയത്ത് ഞാൻ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോലി രാജിവെച്ചു. അപ്പം ഞാൻ പാട്ട് പാടുന്ന ഒരാളാണ്, എൻ്റെ പാട്ടുകൾ ഒരുപാട് ഈ സിസ്റ്റർ കേട്ടിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ അവിടെ സിസ്റ്ററിനെ കാണാൻ ചെന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വ്യക്തിയോട് എനിക്ക് ബിനോയ് ചാക്കോ എന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഒരു അവസാന നാളുകളിൽ. ഇതെന്നോട് വന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ പോയി സിസ്റ്റർ ഇങ്ങനെ തീരെ വയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി അന്ന് ജോലി ചെയ്യുന്നില്ല, ജോലിയൊക്കെ രാജിവെച്ചു. പക്ഷേ ആ ജോലി തരുന്ന സമയത്ത് സിസ്റ്റർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു, എനിക്ക് ഒത്തിരി ഓർഡറൊക്കെ തരുമായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ചെന്നപ്പം സിസ്റ്റർ ഇങ്ങനെ വല്ല കിടക്കുക. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ കാസറ്റുകളിലൊക്കെ ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ട്, എനിക്ക് ബിനോയുടെ പാട്ടൊന്ന് എൻ്റെ ഞാൻ ഈ കിടക്കുന്ന മുറിയിൽ വെച്ചൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടൊരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. അപ്പം ഞാനന്ന് എനിക്കെന്തോ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു പാട്ട് ഈ നിന്നോടൻ ദൈവം എന്നുള്ള പാട്ടാണ്. അത് അവിടെ വെച്ച് പാടി സിസ്റ്ററിൻ്റെ കണ്ണുകളിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകി അന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോന്നു. ചില ദിവസങ്ങൾ ഭയങ്കര അസ്വസ്ഥമായതിനു ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ സിസ്റ്റർ മരിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത്, നമുക്ക് ആ വ്യക്തിയുടെ അവസാന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഒരാഗ്രഹം, ഒരു പാട്ട്, അതൊരു വലിയ കാര്യമല്ലേ, ജീവിതത്തിൽ നമുക്ക് സാധിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വലിയ എൻ്റർടൈൻമെൻറ്റ് ലോകമോ അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പം ഓഫ് കോഴ്സ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനകത്ത് ചില ആളുകൾ വന്നിരിക്കുമ്പം അവരെ ഒരു പക്ഷേ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ആത്മീയ ഇത് പാട്ടുകൾ മാത്രം പെട്ടെന്ന് അങ്ങോട്ട് പാടി, അല്ലെങ്കിൽ തികച്ചും ഒരു പ്രൊഫഷണലിസം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി മാത്രം ഒരു പ്രോഗ്രാമൊക്കെ ഒരുപക്ഷെ കൊണ്ടുപോയാൽ ചിലപ്പം ആളുകൾക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്ന് വരും. അപ്പോൾ ആദ്യം അവരെ നമ്മുടെ കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് പറയാനുള്ളത് പറയാം, അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം അവതരിപ്പിക്കാം. അങ്ങനെയാണത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തികളുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. അതുപോലെ തന്നെ സാറിൻ്റെ സൗണ്ട് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ബൈബിൾ റീഡിങ്സ് വഴിയായിട്ട്. ഇപ്പം നമ്മളൊരു ന്യൂ ജനറേഷന് ബൈബിൾ നമ്മളെല്ലാവരും പള്ളിയിൽ കൊണ്ടുവരും, പക്ഷേ നമുക്കൊരു ഈസി ആക്സസിബിലിറ്റി ആണല്ലോ നമുക്കെല്ലാം. അപ്പോൾ ഞാനിങ്ങനെ ഓഡിയോ ബൈബിളിനെ കുറിച്ച് കേട്ടു താങ്കളുടെ, അതിനെക്കുറിച്ചൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാമോ? തീർച്ചയായിട്ടും. ഓഡിയോ ബൈബിൾ എൻ്റെ വളരെ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒരു
പരിസമാപ്തിയായിരുന്നു. അത് തീർന്നിട്ടില്ല. പുതിയ നിയമവും സങ്കീർത്തനവും സദൃശവാക്യങ്ങളും അടങ്ങിയ ആ പോർഷനാണ് ഞാൻ ഇപ്പം ആദ്യമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ റെക്കോർഡിങ് തുടങ്ങി. ഞാൻ POC വേർഷൻ ബൈബിള് അത് ഞാൻ ഫുൾ റീഡ് ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾ 4-5 വർഷം കൊണ്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് ഈ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളും കൂടെ ചെയ്യണമെന്നുണ്ടായ എൻ്റെ ഒരു ആഗ്രഹമാണത്. അപ്പം എനിക്ക് ദൈവം തന്നൊരു ശബ്ദം, അത് ഇപ്പോൾ ഓഡിയോ ബൈബിളിൽ ചിലതുണ്ട് മലയാളത്തിൽ. പക്ഷേ അത് കേട്ടിട്ട് എനിക്കൊരു അവരാരും ചെയ്ത വർക്കിനെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയുകയല്ല. പക്ഷെ അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്കതൊരു കേൾക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അത് പക്ഷേ മറ്റു പലർക്കും അത് പ്രയോജനകരമായി തീർന്നിട്ടുണ്ടാവാം. എൻ്റെ ചിന്തകൾ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ടാവാം. ഇത് ഒരു കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ചെയ്ത വർക്കുകളൊക്കെ നല്ലതാണ്, അതിനൊന്നും ഞാൻ ഒന്നും കുറച്ച് കാണുകത്തില്ല. പക്ഷേ എനിക്ക് ഐ വോണ്ട് ടു മേക്ക് എ പ്രൊഫഷണൽ, ഒരു മ്യൂസിക്കലി സപ്പോർട്ട് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലത്തക്ക രീതിയിലൊരു ഓഡിയോ ബൈബിൾ ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തിൻ്റെ ബാക്കി പത്രമാണത്. അതിനൊരു ഒരുപാട് സമയം ചിലവാക്കി. ഒരു വർഷം അതിൻ്റെ ഒന്നല്ല അതിലധികം സമയം അതിനുവേണ്ടി ചിലവാക്കി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റുഡിയോയിലാണ് അത് റെക്കോർഡ് ചെയ്തത്. ആ സുഹൃത്ത് ഒരു സ്റ്റുഡിയോ ആരംഭിക്കാനായിട്ട് അമേരിക്കയിൽ ചില വർഷങ്ങൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നൊരു ചെറിയ സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്ന. വീട്ടിലൊരു സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നിരുത്സാഹപ്പെടുത്തിയത് ഞാനാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് സ്റ്റുഡിയോ, ഇവിടെ ആര് വന്ന് വർക്ക് ചെയ്യാനാണ്? ഇതിൻ്റെ ആവശ്യമില്ല, നീ മണ്ടത്തരമാണ് കാണിക്കുന്നത്, ചെയ്യരുത്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, ഷെല്ലി എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. ഷെല്ലി പറഞ്ഞിട്ടാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാൻ, ഇനി പുറത്തുനിന്ന് വർക്ക് വന്നില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് വല്ലപ്പോഴേക്കൊന്നും പാടാമല്ലോ. അവനും സിംഗറാണ്. അപ്പോൾ അവന് കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ മുടക്കി ഈ സ്റ്റുഡിയോ ഞാൻ ചെയ്യരുത്. എന്നിട്ടും അവൻ ചെയ്തു. ദൈവത്തിൻ്റെ ഓരോ വഴികൾ ഞാൻ ആലോചിക്കായിരുന്നു. ആ സ്റ്റുഡിയോയിൽ ഈ ബൈബിളിൻ്റെ റെക്കോർഡിങ് മാത്രമേ നടന്നുള്ളൂ. വളരെ ചുരുക്കം 1-2 ചെറിയ വോയിസ് ഓവറുകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളൂ. കാര്യം വേറെ വർക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ കുറേ നാളുകളായിട്ട് ബൈബിൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. കാരണം എനിക്ക് ഈസിയായിട്ട് ചെല്ലാവുന്നൊരു, എൻ്റെ സമയത്തിന് ചെന്ന് റെക്കോർഡ് ചെയ്യാവുന്നൊരു സ്റ്റുഡിയോ, വീടിനടുത്തുള്ളൊരു സ്റ്റുഡിയോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അപ്പോൾ അതിനുവേണ്ടി ഒരു ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമായിരുന്നത്. അതുപോലെ ഇത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ഈ ബൈബിള് മൈക്കിൻ്റെ മുൻപിൽ നമ്മളൊരു മൈക്കുമായിട്ടൊരു ഒരു കൃത്യമായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ അതിൻ്റെ പുറകിൽ ബൈബിൾ സെറ്റ് ചെയ്യുന്നു, അത് വായിക്കണം. ഞാനൊരു സാധാരണ ബൈബിൾ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അത്രയും ദൂരമുണ്ട് ബൈബിൾ, സ്മോൾ ബൈബിൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഷെല്ലി എന്നോട് പറഞ്ഞു, നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത്, വലുതായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമുക്ക് സ്റ്റാൻഡിൽ വെച്ച് വായിക്കാം. അപ്പോൾ അന്ന് നടന്നില്ല അവർക്ക്. കഷ്ടപ്പെട്ടൊക്കെ ഒരു അധ്യായമൊക്കെ വായിച്ചിട്ട് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് കുറേ നാളുകളായിട്ട് തുറക്കാതിരുന്നൊരു ഷെൽഫ് എന്തോ ആവശ്യത്തിന് തപ്പിച്ചെന്നപ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈബിൾ എക്സിബിഷൻ ഞാൻ പോയപ്പോൾ ബൈബിൾ സൊസൈറ്റി ഒരു സെൻറ്റിനറി എഡീഷൻ ബൈബിൾ പബ്ലിഷ് ചെയ്തിരുന്നു. ദാറ്റ് വാസ് എ ഹ്യൂജ് ബൈബിൾ. അതിന് ഒരു നൂർത്ത് വെച്ചാൽ ഇത്രയുണ്ടത്. ദാറ്റ് വാസ് ഹ്യൂജ്, വലിയ ലെറ്റേഴ്സാണ്. അത് 12 വർഷം മുമ്പ് ഒരു കൗതുകത്തിന് വാങ്ങി ഈ ഷെൽഫിൽ കൊണ്ട് വെച്ചിട്ട് ഞാനത് മറന്നു. 12 വർഷം അത് ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഷെൽഫ് തുറന്നപ്പോൾ ഈ ബൈബിൾ ഇതിനകത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഇത് ദൈവം അന്ന് എന്നെക്കൊണ്ട് വാങ്ങിച്ചത് ഇതിനു വേണ്ടിയാണെന്ന് എനിക്ക് ബോധ്യം വന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു 12 വർഷമായിട്ട് കാണാത്ത ഒരു ബൈബിള് അവിടെ എടുക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഇത് ദൈവഹിതമാണെന്ന് എനിക്ക് മനസ്സിലായ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ അവിടെ വോയിസ് എടുത്തു, വേറൊരു സ്റ്റുഡിയോയിലെ വോയിസ് ഒരു ക്ലീനിങ് കാര്യങ്ങൾ, പിന്നെ മ്യൂസിക് മിക്സിങ്. എൻ്റെ ഫ്രണ്ട്സ് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് കുറേ പേരുണ്ടായിരുന്നു. അവർ ഓരോ ബുക്കിനും ഓരോ തീം അനുസരിച്ച് അതിന് മ്യൂസിക് ചെയ്തു. യൂട്യൂബിന് വേണ്ടി ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് വിഷ്വൽ എടുത്തു. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു നല്ല പ്രോഡക്റ്റായിട്ട് കേരളത്തിൽ വെച്ച് നവംബർ 4-ാം തീയതി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ CSI മധ്യ കേരള ബിഷപ്പ് സാബു മലയിൽ കോശി,
പിന്നെ ഗീവറീസ് മാർ കൂർലോസ്, പിന്നെ വർഗീസ് കുര്യൻ, ജോൺ പി തോമസ്, അങ്ങനെയുള്ള വർഗീസ് മത്തായി, രാജു പൂക്കൽ, അങ്ങനെയുള്ള അനേക ദേവദാസന്മാരുടെ മധ്യത്തിൽ അത് വളരെ മനോഹരമായിട്ടൊരു റിലീസ് ഫംഗ്ഷനൊക്കെ നടത്തി ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം അതിനെക്കുറിച്ചൊക്കെ മനോരമയിലൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ വർക്കുകൾ ആളുകൾക്ക് വളരെ ഈസിയായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് എനിക്കൊരു കൊമേഴ്ഷ്യൽ താല്പര്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കൾ സഹായിച്ചാണ് ഈ ബൈബിൾ ഞാൻ റെക്കോർഡ് ചെയ്തത്. ഇതൊരു ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ്. ഇത് സ്റ്റുഡിയോ റെൻ്റുണ്ട്, പിന്നെ ഇതിൻ്റെ വേറെ സ്റ്റുഡിയോയിലുള്ള വർക്കുണ്ട്, മ്യൂസിക് ചെയ്യണം, വീഡിയോ ചെയ്യണം, ഇത് എഡിറ്റ് ചെയ്യണം, ഇത് മണിക്കൂറുകൾ വേണം എഡിറ്റ് ചെയ്ത് തീരാൻ. അപ്പം ഇതിനെല്ലാം പെൻ ഡ്രൈവ് കോപ്പി ചെയ്യണം, എനിക്ക് ഒരുപാട് പണം വേണം. ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ തന്നതാണ്, എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ തന്നാണത് ചെയ്തത്. അതുകൊണ്ട് ഇതൊന്ന് വിറ്റ് ഇതിനകത്ത് എന്തെങ്കിലും കിട്ടണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. ഞങ്ങളിത് ഒരു പെൻ ഡ്രൈവ് മാത്രമേ ഇത് വിൽക്കാനുള്ളൂ. ബാക്കി യൂട്യൂബ് ഫ്രീ ആണ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്, ഇതെല്ലാം ഫ്രീയാണ്. പെൻ ഡ്രൈവ് എന്തുകൊണ്ടാണ് വിൽക്കുന്നത് ചോദിച്ചാൽ, ഒരു പെൻ ഡ്രൈവ് നമ്മൾ ഒരു 600 രൂപയ്ക്കോ 700 രൂപയ്ക്കോ വിറ്റാൽ അതിനകത്ത് നിന്നൊരു മാർജിൻ കിട്ടും. ആ മാർജിൻ കൊണ്ട് വേറൊരു പെൻ ഡ്രൈവ് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് ബൈബിള് എത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് റെക്കോർഡിങ്ങിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ പെൻ ഡ്രൈവ് വിൽക്കാൻ കാരണം. ബൈബിളിന് ഓഡിയോ ബൈബിളിന് ഒരുപാട് സാധ്യതകളുണ്ട്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കാഴ്ച മങ്ങിയവരുണ്ട്, വിദ്യാഭ്യാസം കുറവുള്ളവരുണ്ട്, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് എഴുന്നേറ്റൊന്നും വായിക്കാൻ കഴിയില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ലാത്ത ആളുകളുണ്ട്. അവർ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പെൻ ഡ്രൈവ് ഉണ്ടെങ്കിലോ കാറിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പം 4 മണിക്കൂർ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് ഇത് വളരെ മനോഹരമായിട്ട് കേൾക്കാം. വെറുതെ വായിച്ചിരിക്കുകയല്ല, അത് വളരെ ഒരു കൊടുക്കേണ്ട എക്സ്പ്രഷൻസ് കൊടുത്ത്, ഇപ്പം സദൃശവാക്യങ്ങളൊരു ഉപദേശ രൂപേണ, സുവിശേഷങ്ങൾ വായിച്ചിരിക്കുന്നത് ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലാണ്. ലേഖനങ്ങൾ അല്പം കൂടി സീരിയസ് ആയിട്ട് വായിച്ചു, സങ്കീർത്തനങ്ങൾക്ക് വേറൊരു മോഡുലേഷൻ, അങ്ങനെ വായിച്ചിരിക്കുന്നുണ്ട്. ഇത് ആളുകൾക്ക് ഇത് മടുക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ദൗത്യം, അതും ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അതിൽ ഐ എം ഹാപ്പി ദാറ്റ് ഇവിടെ വന്ന് നിങ്ങളുടെ ചർച്ചിലെ അച്ഛനെ കൊണ്ട് അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇനി അത് ആളുകൾക്ക് മാക്സിമം അത് പ്രൊമോട്ട് ചെയ്യണം. ഇപ്പം അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. iOS-ൻ്റെ വർക്കുകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആളുകൾ പരമാവധി അത് ഡൗൺലോഡ് ചെയ്യണം. അത് ഫ്രീ ആണ്, ഒരു പൈസ പോലും അതിന് മുടക്കില്ല. അപ്പം അതുകൊണ്ട് അത് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുകയും ആളുകളോട് പറയുകയൊക്കെ ചെയ്യണം. അതാണ് ആഗ്രഹം. ഞാൻ ഫുൾ ബൈബിൾ ചെയ്യണമെന്നാണ് ദൈവം ആയുസ് തന്നാൽ. അത് എൻ്റെ അടുത്തൊരു മനസ്സിൻ്റെ ആഗ്രഹം അതാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്കോർഡിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും താങ്കൾക്ക് പറ്റും. അതുപോലെ തന്നെ വി ആർ ഓൾസോ പ്രൗഡ് ഫോർ ദാറ്റ്. അത് അവിടെ ഒരു ലോഞ്ച് ഇന്നലെ നടത്താൻ പറ്റിയത് തന്നെ ദാറ്റ്സ് അവർ പ്രിവിലേജ് ആൻഡ് ഓണർ. കാര്യം ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു, സമയത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് CSI ചർച്ച് അതിനനുവദിച്ചു. അതിൽ എനിക്കൊരുപാട് നന്ദിയും സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. So thank you so much, sir. ഇപ്പോൾ ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് it was a great interview. Thank you so much. താങ്ക് യു വെരി മച്ച്. എനിക്കും ഇങ്ങനൊരു ഇൻ്റർവ്യൂ അനുവദിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതെല്ലാം അംഗീകാരങ്ങളാണ്. നമുക്ക് ലോകപ്രകാരമുള്ള അംഗീകാരങ്ങളെക്കാളൊക്കെ ദൈവത്തിൻ്റെ അംഗീകാരമാണ് വലുതെങ്കിലും ഇതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളാണ്. നമ്മൾ സംസാരിച്ചതിൽ കൂടുതൽ ദൈവസ്നേഹത്തെക്കുറിച്ചല്ലേ സംസാരിച്ചത്. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്കത് ആ നിലയിൽ പ്രയോജനപ്പെടും. അതുകൊണ്ട് ഇറ്റ് വാസ് എ ലവ്ലി എക്സ്പീരിയൻസ് ആൻഡ് താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ ചർച്ചിലെ അംഗങ്ങളെയും എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.